Hallelujah, സ്തോത്രം 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 ഹല്ലേലൂയ 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 നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളിൽ വിശ്വസനീയമാക്കാത്ത നല്ല സ്വർഗീയപിതാവേ നല്ല രാത്രിയുടെ യാമത്തിനായി അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന പ്രഭാത നിമിഷം വരെയും ദൈവത്തിന്റെ കൃപയും പരിപാലനം അടിയങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ വലിയ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പച്ചാ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അപ്പ ഗൂഗിൾ മീറ്റിംഗ് ആയി അങ്ങയുടെ പാതകത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്ന അപ്പച്ച അടിയങ്ങൾക്ക് സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്ന കർത്താവെ ജീവിതത്തിലെ കുറവുകളൊക്കെ ദൈവം ക്ഷമിക്കണേ കർത്താവെ അങ്ങയുടെ രക്തത്താൽ കഴുകണ കർത്താവെ സ്തോത്രം കുർദാസിനും കുഞ്ഞുങ്ങളെ രണ്ടുപേരും അങ്ങയുടെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ കുറവുകളും ബലങ്ങളും ഒന്നും കർത്താവ് ഇന്നത്തെ മീറ്റിംഗിൽ അനുഗ്രഹ തടസ്സമായിരിക്കും സ്വർഗം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച പശുദ്ധാത്മാവ് തന്നെ ആദ്യോടെ ഭരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവെ ഇന്നത്തെ ഹല്ലേലൂയ സ്തോത്രം മീറ്റിംഗ് കർത്താവെ ഇന്നത്തെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ പാട്ടുകളൊക്കെയും കർത്താവെ ദൈവത്തിന് പ്രസാദമായി തരുവാൻ ദൈവം സഹായിക്കണേ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ സങ്കീർത്തനം വായിക്കുന്ന ദൈവാസനായ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ അതിൽ കൂടുതൽ സ്വർഗം സഹായിക്കണേ അപ്പാ അതിനമായ അടിയുടെ മധ്യ കടന്നു വരുന്ന കർത്താവെ ദേവദാസനായ സ്തോത്രം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ആലോചന കർത്താവ് ദേവദാസനിൽ കേൾപ്പാൻ ദൈവം സഹായിക്കണേ കയറിയിരിക്കുന്ന ഓരോ മക്കളോടും അതിനെ സംസാരിക്കണേ അടിയാട്ടോട് സംസാരിക്കണേ കർത്താവെ വചനം കേട്ട് അനുഗ്രഹം പ്രായപ്പാൻ എല്ലാ മക്കളെയോടും സഹായിക്കണേ അപ്പാ ഒത്തൊരുമിച്ച് അടിയങ്ങളുടെ അങ്ങയുടെ കാര്യത്തിൽ അങ്ങടി ഹല്ലേലൂയ അന്നത്തെ മീറ്റിങ്ങിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ അടിയങ്ങൾ ഓരോരുത്തരുത്തിയാട്ടെ മാനമോത്തപ്പനെടുത്താട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം സ്തോത്രം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് തുടങ്ങാം പ്രാർത്ഥിച്ച് കർത്താവിനെ പാട്ട് ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ തുടങ്ങും അതിനായി പാട്ട് പാടി ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുന്നതിന് വേണ്ടി പ്രിയ പെണ്ണമ്മാമെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളുന്നു ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രങ്ങളുടെ വാരം വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെ വായിലെ വാക്കുകൾ ഹൃദയത്തിൽ ധ്യാനങ്ങളൊക്കെ സാധനമായി തീരുവാൻ സഹായിക്കുന്ന രാത്രി കാലം കർത്താവ് നിങ്ങളുടെ വാകുവെടുത്തിൽ അടുത്ത് ഇരിയാവുന്ന കർത്താവ് എന്റെ സാന്നിധ്യത്തിന് മറയിരിപ്പാന്തക്കൊണ്ട് ഞങ്ങൾക്ക് കൃപയിലും പ്രാർത്ഥിക്കുന്നു കർത്താവ് വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും കർത്താവിന്റെ കാര്യത്തിൽ ഓരോ കുടുംബത്തെ അപ്പന്റെ പേര് സന്നിധി പേരായിട്ട് സമർപ്പിക്കുന്ന കർത്താവ് ആരുടെയും കുറവൊക്കല്ലേ രാത്രിക്കാലം കർത്താവെ അടികളോട് കർത്താവ് മനസ്സെലിമറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവയുടെ ആവശ്യങ്ങളൊക്കെ അവിടുന്ന് അറിയുന്നവർക്ക് സ്തോത്രം കർത്താവെ കർത്താവിന്റെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ പ്രാർത്ഥന കേട്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ ഒരു നാരകം എന്ന വണ്ണം അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിൻ വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിൻ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടും വാഴ്ത്തുമേ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ പനിനെ പുഷ്പശാരോ നിലവിൽ താമരയും താഴരയിൽ പനിനെ പുഷ്പശാരോ നിലവിൽ താമരയും താഴരയിൽ വിശുദ്ധരില്ലാതി വിശുദ്ധനാവേ സൗന്ദര്യ സമ്പൂർണ്ണി വിശുദ്ധരില്ലാതി വിശുദ്ധനാവേ സൗന്ദര്യ സമ്പൂർണ്ണി വാഴ്ത്തുമേ എന്റെ പ്രിയനെ കാലമെല്ലാം യാത്രയിൽ
നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വേസുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വേസുന്നതാ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടുന്നു. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റി. അവൻ വാഴ്ത്തുമേ എന്റെ ജീവനെ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. മനക്ലേശതാരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുമ്പോ, മനക്ലേശതാരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുമ്പോ തിരുക്കരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടായെന്നുരച്ചവൻ തിരുക്കരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടായെന്നുരച്ചവൻ വാഴ്ത്തുമേ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി, നന്ദിയോടെ ഞാൻ പാടി. പാട്ടുമേ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. തിരുഹിതമിതെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമിതെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചും കൊണ്ടേ മുന്നിൽ ഞാൻ എന്റെ വേലയെ തികച്ചും കൊണ്ടേ മുന്നിൽ ഞാൻ ആമേൻ. വാഴ്ത്തുമേ എന്റെ കാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി, നന്ദിയോടെ ഞാൻ പാടി. പാട്ടുമേ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വേശുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വേശുന്നതാ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്റെ സുഗന്ധമായി മാറ്റിയിടുന്നു. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്റെ സുഗന്ധമായി മാറ്റി. പാട്ടുമേ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി, നന്ദിയോടെ ഞാൻ പാടി. പാട്ടുമേ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടി,
നന്ദിയോടെ ഞാൻ പാടിയിടും. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കണമേ യേശു ചേരാസരി. ആശിഷമാരി അയക്കണമേ യേശു ചേരാസരി. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ. തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഉണർവിൻ ശക്തിയയക്കണമേ യേശു ചേരാസരി. ഉണർവിൻ ശക്തിയയക്കണമേ യേശു ചേരാസരി. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. നാദാ നിന്റെ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരിയയക്കണമേ യേശു ചേരാസരി. ആശിഷമാരി അയക്കണമേ യേശു ചേരാസരി. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. നാദാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം സമയം
കർത്താവിനെ പാടി സ്തുതിപ്പാൻ ഹല്ലേലൂയ. പ്രിയ പെണ്ണമ്മാമെ, ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനി സങ്കീർത്തന വായനയ്ക്കുള്ള സമയമുണ്ട്. സങ്കീർത്തനം വായിച്ച് അത് പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി ബ്രദർ ജോൺസിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചു കൊള്ളുന്നു. സങ്കീർത്തനം വായിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവനിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ എന്നത് രുചിച്ചറിയും, അവരെ ശരണം പ്രാപിക്കുന്ന ആ പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹം ഇരുകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ചെയ്യുകയും ചെയ്യുന്നവനാണ്. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സങ്കീർത്തന വേദഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നത്. 34-ാം സങ്കീർത്തനം. അത് ദാവീദ് അബീമേലെക്കിന്റെ മുന്നിൽ വെച്ച് ബുദ്ധിഭ്രമം നടുകയും അവിടെ നിന്ന് ആട്ടിക്കളയും അവിടുന്ന് രക്ഷപ്പെട്ട് പുറപ്പെട്ടു പോകുമ്പോൾ ചമച്ച ഒരു സങ്കീർത്തന വേദഭാഗമായിട്ട് നമുക്ക് ഇതിന്റെ തലക്കെട്ടിൽ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നു. കൂടാതെ ഇതൊരു മെശിഹ സങ്കീർത്തനം, യേശുവിനെ കുറിച്ച് ഇതിൽ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ടും കഴിയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇതിൽ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് പരിചയമുണ്ട്. നമ്മൾ പ്രാർത്ഥനയിലൊക്കെയും ഉരുവിടുന്ന ഒരുപാട് വേദഭാഗങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഇതിനകത്ത് 1-2 വേദഭാഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് അതിൽ നിന്ന് സംസാരിക്കാനായിട്ട് പ്രബോധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രദറെ, കേൾക്കാം. സങ്കീർത്തനത്തിന്റെ 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ഈ എളിവൻ നിലവിളിച്ചു, ഹോ കേട്ടു, അവരെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായിത്തീരും, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് നോക്കുന്നവർ, അവങ്കിലേക്ക്, യേശുവിങ്കിലേക്ക് നോക്കുന്നവരുടെ മുഖം ലജ്ജിക്കത്തില്ല. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ യേശുവിങ്കിലേക്ക് നോക്കാൻ പറഞ്ഞേ? ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നസന്ധി, ഒരു പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ സമയത്ത് ദൈവമുഖം അന്വേഷിച്ചപ്പോൾ, ദൈവത്തെ ആശ്രയം വെച്ചപ്പോൾ തനിക്ക് അതിനൊരു നീക്കുപോക്ക് ദൈവം നൽകി കൊടുത്തു. തനിക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നു, നമ്മളെ സംബന്ധിച്ച് ഇതേപോലെ എന്ത് ഭാരപ്പെടുന്ന സമയത്ത് നാം ദൈവമുഖം അന്വേഷിക്കും. എന്തിനാണ് നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായിരുന്നു. തിരുവെഴുത്ത് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചറിയുന്നു. നമുക്കറിയാം, നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കും, അറിയാതെ ആ വ്യക്തിയുടെ നേരെ നമ്മൾ മുഖം തിരിക്കും. നമ്മുടെ സൈഡിൽ നിന്നോ ഏത് ഭാഗത്തു നിന്നോ നമ്മളെ ആരെങ്കിലും എന്ത് ചെയ്യും, ഫേസ് ടു ഫേസ് ആണെങ്കിലും സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ വന്ന് നമ്മളെ
നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി പോകും. ശബ്ദം കേൾക്കുവാനാണോ നമ്മളെ ഒരാൾ വിളിക്കുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ശബ്ദം മാത്രം കേട്ടാൽ മതി. എന്നാൽ നാം അറിയാതെ അങ്ങോട്ട് നമ്മൾ നോക്കിപ്പോകും. നോക്കും. എന്തിനു വേണ്ടിയാ? ആ വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട്. ഇവിടെ സംഗീതകാരൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശം. എന്തുകൊണ്ടാണ് നാം ദൈവത്തെങ്കിലേക്ക് നോക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം? ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കുവാനായിട്ട്, നമ്മുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കേണ്ടതിന് വേണ്ടി നാം ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിപ്പാൻ, നമ്മുടെ അവസ്ഥകളിൽ ദൈവം നമ്മെ വിടിവിപ്പാൻ ശക്തനായ ദൈവമാണ്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആ ഇരുട്ട് അല്ലെങ്കിൽ ആ പ്രതിസന്ധി മാറിപ്പോയി അവിടെ പ്രകാശമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. സങ്കീർത്തനം ഈ അതിൽ പറയുന്ന പോലെ അവങ്കിലേക്ക് നോക്കി പ്രകാശിയും അവരുടെ മുഖം ലജ്ജിച്ചു പോയിലും തിരുവെഴുത്ത് പറയുന്നത് ആമേശ്വരം. നമുക്കറിയാം എബ്രായ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വേദം ഒന്ന് വായിക്കട്ടെ. അവിടെ പറയുന്ന അപ്പോസ്തലനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും, ഇവിടെയും പറയുന്നത് യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. ആമേൻ, സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? അതിന്റെ താഴെയുള്ള വാക്യത്തിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, വ്യത്യാസം ഉണ്ടാകേണ്ടതിന് വേണ്ടി യേശുവിനെ എന്ത് ചെയ്യണം? നോക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലും പറയുന്നു, വിശ്വാസനായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, അവന് തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള ആ കഷ്ടങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ സാരമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കും. നമ്മൾ ആ ക്രൂശിനെ ധ്യാനിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിലേക്ക് നോക്കണം. നമ്മളെപ്പോഴും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആശ്വാസമായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ദൈവത്തിലേക്ക് നോക്കുക. എന്തുകൊണ്ടാണ് ദൈവത്തിലേക്ക് നോക്കണം എന്ന് പറയാൻ കാര്യം? കാരണം ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. നാം എന്തോ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായി. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ താഴത്തേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, സീനായി മലയിൽ നമുക്കറിയാം ആത്മാവിന്റെ ശുശ്രൂഷയല്ല, അക്ഷരത്തിന്റെ ശുശ്രൂഷ, ന്യായപ്രമാണം അല്ലെങ്കിൽ 10 കൽപ്പനകളെ പ്രാപിച്ചുകൊണ്ട് മോശ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ഈ തേജസ് നീങ്ങിപ്പോകുന്ന, ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷയുടെ തേജസ് നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ആരും കാണാതിരിക്കാൻ വേണ്ടി മോശ എന്ത് ചെയ്തു? മൂടുപടം. ഇത് മാത്രമല്ല, മോശയുടെ മുഖത്തെ തേജസ് നോക്കുവാൻ ഇസ്രായേൽ ജനം ഭയപ്പെട്ടതുകൊണ്ട് മോശ എന്ത് ചെയ്തു? മൂടുപടം മുഖത്ത് ഇടുവാനിടയത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 13-ാമത്തെ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴേക്കും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. ആമേൻ, സ്തോത്രം. പ്രമാണം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ മൂടുപടം നീങ്ങാതെ കിടക്കുന്നു. അത് മാത്രമല്ല, അത് അക്ഷരത്തിന്റെ ശുശ്രൂഷയായിരുന്നു. അത് കല്ലിൽ എഴുതിയ അക്ഷരത്തിന്റെ ശുശ്രൂഷ ആയതുകൊണ്ട് അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാൻ തീർന്നു. അവർക്ക് അതിന്റെ തേജസ്, അതിന്റെ നീതി, അതിന്റെ ന്യായം, ദൈവം പറഞ്ഞ കൽപ്പനകളെ അനുസരിച്ച് അതിൽ നിന്ന് നീതിമാനായി തീരുവാനോ അതിൽ നിന്ന് തനിക്ക് നീതീകരണം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനോ വിടുതൽ പ്രാപിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം ന്യായപ്രമാണ പുസ്തകം വായിച്ച് മനസ്സിലാക്കുമ്പോൾ കാണാൻ വരുന്നത് പൂർണ്ണമായി നമ്മൾ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു പ്രമാണമായിരുന്നു ന്യായപ്രമാണം. അതുകൊണ്ടാണ് അതിന്റെ മൂടുപടം അത് വായിക്കുമ്പോഴും ഒക്കെയും തടസ്സങ്ങൾ വരുന്ന, അല്ലെങ്കിൽ മൂടുപടം ന്യായപ്രമാണത്തിന്റെ പൂർണ്ണമായും ന്യായപ്രമാണത്തെ ഒരു മനുഷ്യൻ പൂർണ്ണമായി അനുസരിച്ചാൽ പോലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കുന്നു? എല്ലാത്തിനും തെറ്റിപ്പോയതുപോലെ പൂർണ്ണമായി ഒരു മനുഷ്യൻ നീതിയിരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വേർപെട്ടു പോകാൻ കഴിയാതെ, ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടം ചെയ്യാൻ കഴിയാതെ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? ഒരു മൂടുപടമായി കിടക്കുന്നു. എന്നാൽ ഇവിടെ അതിന് താഴത്തേക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മൂടുപടം നീങ്ങി പോവല്ലേ. ക്രിസ്തുവിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ആമേൻ. നമ്മുടെ വിളിയാറുള്ള ആശ ഇന്നതൊന്ന് തിരിച്ചറിഞ്ഞ മനസ്സ് പുതുക്കി നമുക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്ന സങ്കീർത്തനം 34-ാം അധ്യായത്തിൽ പറയുന്ന 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ലജ്ജിപ്പാൻ
കഴിയാതെ വണ്ണം ലജ്ജ നമ്മളെ വിട്ടുമാറുന്ന ലജ്ജിക്കാതെ നമുക്ക് നമ്മുടെ മുഖം പ്രകാശമായി തീരും, നാമും പ്രകാശമായി തീരുന്നു. കാരണം ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ട് നാം ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നാമും ആ ലോകത്തിന്റെ വെളിച്ചമായി തീരുവാനിടയായി തീരും. നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പാനിടയായി തീരും. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പകർന്നു തരുവാനിടയായി തീരും. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവങ്കിലേക്ക് നോക്കിയപ്പോൾ അവരെ മുഖമോ ലജ്ജിച്ചു പോയി. ദൈവത്തിങ്കിലേക്ക് നോക്കുവാനായിട്ട് ഇടയായി തീരുന്നു. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ തിരിയുമ്പോൾ ദൈവം നമ്മൾ സംസാരിപ്പാനിടയായി തീരുന്നു. കാരണം സ്തോത്രം, തിരുവെഴുത്ത് പറയുന്നു, ശ്വാസം കേൾപ്പിക്കാനും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം നമ്മിലേക്ക് വരികയും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പാനായിട്ട് ഇടയായി തീരും. നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയിലാണ് നാം എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരപ്പെടുന്ന ആവശ്യത്തിന്മേൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന നമുക്ക് വെളിപ്പെട്ട് വരികയും ചെയ്യുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് സംഖ്യത്തിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്തോത്രം, ദൈവത്തിലെ ആശ്രയിക്കുമ്പോൾ, ട്രസ്റ്റ് ചെയ്യുമ്പോൾ സ്തോത്രം ദൈവത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്നു എന്നതിനെ പറ്റി തന്നെയാണ് അതിന്റെ സ്തോത്രം 20ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ ഭയക്കുന്നു, ശിക്ഷ അനുഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതിനു മുമ്പുള്ള വാക്യത്തിൽ പറയുന്ന, മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവ എല്ലാറ്റും യഹോവ അവനെ വിടുവിക്കും. അപ്പോൾ ദൈവത്തിങ്കിലേക്ക്, യേശുവിലേക്ക് തിരിയുമ്പോൾ അല്ലെങ്കിൽ അവങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശിക്കുകയും നമ്മുടെ തകർന്നിരിക്കുന്ന മനസ്സിന് കാഴ്ച പാടുകൾക്ക് വ്യത്യാസം വന്ന, തകർന്നിരിക്കുന്ന മനസ്സിന് വ്യത്യാസം വന്ന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടുമ്പോൾ നമ്മൾ എത്ര അനർത്ഥങ്ങളായി, അസംഖ്യമായ അനർത്ഥങ്ങൾ ജീവിതത്തിനേരെ കടന്നു വന്നാലും അതിനെല്ലാം നീക്കുപോകുന്നത് തന്ന് സകല കഷ്ടങ്ങളിൽ നിന്നും വിടിവിക്കുവാൻ തക്കോണം ദൈവം മതിയായ ദൈവമാണ്. സ്തോത്രം. ആദ്യം വായിച്ച വാക്യത്തിന് തൊട്ടടുത്ത 7ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ദൂതന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുക. ദൈവത്തെങ്കിലേക്ക് നമ്മൾ ന്യായപ്രമാണത്തിന്റെ പഴയ നിയമ ന്യായപ്രമാണ കാലഘട്ടത്തിലല്ല, നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ, ക്രിസ്തുവിൽ വെളിപ്പെട്ട അതേ തേജസ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. ക്രിസ്തു നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്തു കേന്ദ്രിതമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതിസന്ധികൾ ദൈവത്തിന്റെ ദൂതന്മാർ പാളയം ഇറങ്ങി നമ്മളെ വിടിവിക്കുവാനായിട്ട് ഇടയായി തീരും. ഞാൻ ചുരുക്കട്ടെ, നമുക്ക് ദൈവത്തിനെ സമർപ്പിക്കാം. കേൾക്കപ്പെട്ട സംഗീതത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. കാരണം അവങ്കിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. യേശു സ്നാനാനന്തരം വെള്ളത്തിൽ നിന്ന് കരയേറുമ്പോൾ സ്വർഗ്ഗം തുറന്നു. പ്രാവ് ദേഹരൂപത്തിൽ എന്ന പോലെ, പ്രാവുന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് സ്വർഗത്തിന്റെ ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രനെ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കും. ദൈവത്തിന് ചെവി കൊടുക്കേണ്ടത് അത്യാവശ്യമായി, ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ടത് അത്യാവശ്യമായിരിക്കും. എങ്ങനെ നമുക്ക് നോക്കുവാൻ കഴിയും? നമുക്ക് പ്രാർത്ഥനയാൽ ദൈവത്തെ നോക്കുവാൻ കഴിയും. ആരാധനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും. വചന ധ്യാനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കുവാനായിട്ട് ഇടയായി. ഈ ദൈവത്തിൽ നമുക്ക് മറുപടി ലഭിക്കും. ഈ ദൈവത്തിൽ നിന്ന് നമുക്കൊരു പരിഹാരം ലഭിക്കും. ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കും. ഈ ദൈവത്തിൽ നിന്ന് ദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സങ്കീർത്തനം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രിയിൽ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവം ഇരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിപ്പാനും അത് വായിച്ച് പ്രബോധിപ്പാനും പ്രിയ ബ്രദറിനെ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കുടുംബമായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനുമേൽ ദൈവം മറുപടി കൊടുത്ത് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി മധ്യസ്ഥ പ്രാർത്ഥിക്കാനുള്ള സമയമാണല്ലോ. അതിനായ സമയത്തെ വേർതിരിക്കുന്നു. അനേകം വിഷയങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ട്. നമുക്ക് ഓരോ വിഷയങ്ങളും സ്തോത്രത്തോടെ ദൈവത്തെ സമർപ്പിച്ച് നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി നമ്മുടെ സൂം മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിൽ കയറുന്ന എല്ലാ കുടുംബങ്ങളെ ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഇതിൽ കയറുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രിയ ഗ്രേസ് സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. കാൽവരി കുടുംബങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഇടവാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സംഭവബഹുലമായ ഒരു ലോകത്തിൽ കർത്താവെ, ഒരു പകൽക്കാലം കൂടെ, ഒരു ദിവസം കൂടി ഞങ്ങളെ കരുതിയ വൻകൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് കർത്താവെ. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ കർത്താവേ. ഈ രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക കർത്താവേ. ഞങ്ങൾ അങ്ങയോട് അടുത്തു വരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് അടുത്തു വരുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ തന്നെ അപ്പന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക കർത്താവേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കല്ലേ കർത്താവേ. ഞങ്ങളുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ, സംസാരത്തിൽ, ഇടപാടുകളിലെല്ലാം വന്നുപോയ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി കാലത്തെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുക കർത്താവേ. ആദിയോട് അന്തം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തുമാറാകണേ. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തന്ന് മാനിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ജയോത്സവമായി ഇത്രത്തോളം നടത്തിയ വിധങ്ങൾക്കായി കോടാനുകോടി സ്തോത്രം, സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രി കാലം കയറി ഓരോ കുടുംബങ്ങളെയും പേര് പറഞ്ഞപ്പന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. എന്റെ ജീവിതത്തിന്റെ കുറവ് ഇന്ന് രാത്രി കാലത്തെ ആരാധനയ്ക്ക് തടസ്സമായി തീരല്ലേ കർത്താവേ. അപ്പാ യേശോപ്പച്ച പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന മകളെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. കഴിഞ്ഞ രാത്രി പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. നീറുന്ന പ്രാർത്ഥനാ വിഷയവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കർത്താവെ ആ വിഷയങ്ങളെല്ലാം മറുപടി കൊടുത്ത് കർത്താവെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തന്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന കർത്താവെ. അപ്പാ സ്തോത്രം, സ്തോത്രം. അടിയന്റെ കുറവോർക്കാതെ എന്റെ മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മഞ്ഞുമഴ വായിക്കണമേ കർത്താവെ. യേശുവേ, ഇന്ന് രാത്രികാല സങ്കീർത്തനം പ്രബോധിപ്പിച്ച മകനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ സങ്കീർത്തനം പ്രബോധിപ്പിപ്പ തന്ന കൃപയ്ക്കായി നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതർ, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവൾ നിലവിളിച്ച് യഹോവ കേട്ടു. ഞങ്ങളുടെ സകല കഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമേ, നിന്റെ മകന്റെ പ്രാർത്ഥനാ വിഷയം കർത്താവെ അവിടുന്ന് വേഗത്തിൽ മറുപടി കൊടുത്ത് മാനിക്കണമേ. കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ദാസനെ കൂടെ എന്റെ മകനോട് സംസാരിച്ച എല്ലാ വാക്തത്വങ്ങൾക്കായി കോടാനുകോടി സ്തോത്രം, സ്തോത്രം. വാക്തത്വം ചെയ്ത ദൈവം നിവർത്തിപ്പാൻ ശക്തന കർത്താവേ. അപ്പച്ച തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നിന്റെ മകന്റെ കരങ്ങളിൽ അവിടുന്ന് കൊടുത്തു മാനിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി കോടാനുകോടി സ്തോത്രം കർത്താവേ. മറ്റു പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ. അപ്പച്ച അങ്ങയുടെ നാമത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവേ ചുമല് കൊടുക്കുവാനൊക്കെ കുടുംബം ആഗ്രഹിക്കുന്നല്ലോ. അപ്പൊ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവേ, എന്റെ മകന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കണമേ കർത്താവേ. അപ്പൊ സ്തോത്രം. ഞങ്ങളുടെ സിസ്റ്ററെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്റെ മകളും കുഞ്ഞുങ്ങളും ഒക്കെ നാട്ടിലായിരുന്നല്ലോ കർത്താവേ. അപ്പൊ സുഖമായി മടങ്ങി വരുവാനൊക്കെ ദൈവ സാഹചര്യം കൊടുത്തതിനായി സ്തോത്രം. അപ്പച്ച ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മധ്യയായിരിക്കുമ്പോൾ എന്റെ മകളിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. അപ്പാ നിന്റെ മകളുടെ സാക്ഷ്യത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. കൊടുത്ത വലിയ വിടുതലുകൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. എന്റെ മകളുടെ നാവിൽ കൂടെ കേൾക്കുന്ന സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. അപ്പാ തലമുറകളുടെ വിഷയങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. ശുശ്രൂഷ മേഖലകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന നിലവാരത്തിന്റെ മകളെ അവിടുന്ന് മാനിക്കുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം കർത്താവെ. അപ്പ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അത്ഭുതങ്ങളെ ചെയ്യണമേ. ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മോനിഷയെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. അണ്ണച്ചാനെ ഏൽപ്പിക്കുന്നു. തലമുറകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥയായ മകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിഞ്ചു വൈതലിനെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. അപ്പാ സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മോളിമാമയെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രിയ മാതാവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ വിടുതലുകൾക്കായി സ്തോത്രം. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം ഒക്കെ കൽപ്പിക്കണമേ. തലമുറകളെ ഏൽപ്പിച്ചു
പ്രാർത്ഥിക്കുന്നു. വിഞ്ചു വൈതലിനെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച സാഹചര്യമൊക്കെ അനുകൂലമാക്കി കൊടുക്കണം. മീറ്റിംഗ് കയറുവാനൊക്കെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നത് കർത്താവെ കുടുംബത്തിന് അനുഗ്രഹമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലിയ സിസ്റ്ററെ അങ്ങയുടെ കരങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പൊ ആ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അവരെ ഭൗതികമായും ആത്മീകമായും മുന്നേറുവാൻ സ്വർഗമേടയാക്കണം കർത്താവെ. അങ്ങയുടെ മണ്ണ അങ്ങയുടെ ഗ്രൂപ്പ് കർത്താവെ. അപ്പച്ചാ ഞാൻ അടിയൻ ബലഹീനി അപ്പച്ച അനേൽപ്പിച്ചു തരിക കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കിയ കുടുംബത്തെ മാനിക്കണമേ. ആ വസ്തു വിൽക്കുവാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല കർത്താവെ. എന്നുള്ള മുഖാന്തരങ്ങൾ വഴികൾ വാതിലൊക്കെ തുറന്നു കൊടുക്കണേ. ആ ലോണിന്റെ വിഷയം കർത്താവെ ജപ്തി വരാതെ വണ്ണം സ്വർഗമേ ജപ്തി മാറ്റുവാൻ കഴിവുള്ള കർത്താവെ അധികാരികളോട് ദൈവം ഇടപെട്ടുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കും വാർപ്പോടെ കൊയ്യുമല്ല കർത്താവെ. രാത്രി ദൈവ സന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ കർത്താവെ. അപ്പ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പച്ചാ. സ്തോത്രം. അപ്പ മളമാമെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന US-ന്റെ മണ്ണ് നിന്റെ മകളായിരിക്കുന്നില്ല കർത്താവെ. അപ്പച്ചാ അവിടെ താമസിക്കുവാൻ വിസയൊക്കെ നീട്ടി ലഭിക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. അപ്പച്ചാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിഞ്ചു വൈദങ്ങളെ എല്ലാം രക്തം കൊണ്ട് മുദ്രയിടുന്നു. അയാളെ മകളുടെ വിവാഹത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കാൻ പോകുന്ന വിശ്വസ്തയ്ക്കായി സ്തോത്രം അപ്പച്ചാ. അങ്ങ് അത്ഭുതം പ്രവർത്തിച്ച് മകളെ ആ ദേശത്ത് കർത്താവെ എൻ്റെ മകൾ ആഗ്രഹിക്കുന്ന സമയം വരെ നിൽക്കുവാൻ സാഹചര്യം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ സ്തോത്രം. ആ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ബിന്ദുവിനെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകല്ലേ കർത്താവെ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെ. കേൾക്കുന്ന വചനം കർത്താവ് അത് ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാൻ തക്കവണ്ണം ദേവദാസന്മാർ വചനം സംസാരിക്കുമ്പോൾ യൂദിയായുടെ ഹൃദയം തുറന്നതുപോലെ നിന്റെ മകളുടെ ഹൃദയത്തെ തുറക്കണമേ. മകനായിരിക്കുന്ന രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ ഇടയാക്കണം. മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവളെന്ന് കർത്താവെ ദൈവത്തിന് വേണ്ടി ഓടുന്നത് കർത്താവെ നീതിയായി കണക്കിടണമേ കർത്താവെ. അവൾക്കും വഴിയും വാതിലും തുറന്നു കൊടുത്ത് മാനിക്കണമേ കർത്താവെ. അപ്പാ ഞങ്ങളുടെ മഞ്ജുഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അവളൊരു ലോണിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നല്ല കർത്താവെ. അപ്പൊ അച്ഛൻ്റെ തടസ്സങ്ങളെല്ലാം സ്വർഗം മാറ്റണമേ. ഒറ്റ പേപ്പറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല അപ്പ നിന്റെ മകളെ ആദരിക്കണമേ കർത്താവെ. UK-യുടെ മണ്ണിൽ ഒരു വഴിയും വാതിലും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ വേഗത്തിൽ തുറന്നു കൊടുത്ത് മാനിക്കണമേ അപ്പച്ച. ഒത്തിരി നിരാശയിലും ഒത്തിരി വേദനയിലും ഒക്കെ കടന്നു പോയെങ്കിലും അപ്പാ ഇത്രത്തോളം നിന്റെ മകളെ അവിടുന്ന് ക്രിസ്തു ആകുന്ന പാറമേൽ നിർത്തി കർത്താവെ. അവളെ ഉറപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അറിയ സത്യത്തിന്മേൽ അവസാനം വരെ നിലനിൽക്കുവാൻ കർത്താവ് അവളെ സഹായിക്കണമേ കർത്താവെ. അപ്പച്ച യൗവനത്തിന് 33.5 തിരുവയസ്സിലെ അപ്പച്ച തങ്കച്ചോര നിന്റെ മകളുടെ ഉച്ച മുതലുള്ള കാല് വരെ ഒഴുക്കി കർത്താവെ. അസാധാരണ ദൈവപ്രവർത്തികൾ നിന്റെ മകളുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കണ. ചിക്കൻ ബോക്സിൽ നിന്നൊക്കെ നിന്റെ മകളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ആ കുടുംബത്തെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാതാവിനെ ഏൽപ്പിച്ചു മാതാവിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പച്ച മാതാവും ദൈവസന്നിധി ഇരുന്ന് കർത്താവ് ഒരു ഹന്നായെ പോലെ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല കർത്താവെ. നിരമകളെ പഠിപ്പിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവുണ്ട് നിറയ്ക്കണം. അങ്ങയുടെ അഭിഷേകത്താൽ നിറയണം കർത്താവെ. അപ്പച്ച കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിപ്പാനും ദേശത്ത് കർത്താവെ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽപ്പാനൊക്കെ നിരമകൾക്ക് സാഹചര്യങ്ങളെ ഒരുക്കണമേ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് എൻ്റെ മകളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യബ്ബോസ് പ്രാർത്ഥിച്ചതുപോലെ നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കി എൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനമാകാതെ വണ്ണം കർത്താവ് പരിപാലിക്കണമേ എന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ട ദൈവമാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ സ്തോത്രം സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ മാത്യു ബ്രദറിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകനും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കർത്താവെ. കുടുംബത്തിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ദൈവം അറിയുന്നല്ലോ. ദൈവദാസന് കൂടെ കർത്താവെ പറഞ്ഞ വാഗ്ദത്തങ്ങള് ആലോചനകളെല്ലാം കർത്താവെ വിശ്വസിച്ച് കർത്താവെ പ്രാർത്ഥിപ്പാൻ ദൈവമേ കൃപ ചെയ്യണം. വിശ്വസിച്ച് കർത്താവെ അത്ഭുതങ്ങളെ കാണുവാൻ നിന്റെ മകന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിലിരിക്കുന്ന രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മകനോട് ഇടപെടണമേ കർത്താവെ. നീർന്ന വിഷയങ്ങളെല്ലാം കർത്താവിന്റെ മറുപടി കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ സ്തോത്രം സ്തോത്രം. അപ്പാ
അടിയന്റെ മാതാവിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഇത്രത്തോളം പാട്ടുപാടുവാനൊക്കെ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം അപ്പച്ച. എന്റെ ദൈവമേ, ശരീരാത്മദേഹങ്ങളും മേലെ സൗഖ്യമായി വിടുവിക്കണമേ കർത്താവേ. അപ്പച്ച ജോക്കുട്ടിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന പനിയുടെ അസ്വസ്ഥതയൊക്കെ ഭാരപ്പെട്ടെങ്കിലും സ്വർഗം കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായി സ്തോത്രം അപ്പച്ച. എന്റെ മക്കൾ രാത്രിയുടെ യാമങ്ങളിൽ ദൈവമേഖരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലും കാവലും സംരക്ഷണം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. സ്തോത്രപ്പ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രീതി ഇസ്രേ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. എന്റെ മകൾ അമേരിക്കയുടെ മണ്ണിലായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറി വചനം സംസാരിക്കുന്നതും ഞങ്ങളോട് കർത്താവെ കയറി നിൽക്കുന്നതൊക്കെ നിന്റെ മകളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമായി അത്ഭുതമായി വിടുതലായി തീരണമേ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി ദൂതുകളൊക്കെ സംസാരിക്കുക, അനേകരോട് വചനം സംസാരിക്കുന്ന മകളാ കർത്താവേ. അവേ, നിന്റെ മകളുടെ പ്രാർത്ഥന വിഷയങ്ങളെ കർത്താവ് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിസ്ഥിതിക്ക് ഭേദം വരുത്തിയതുപോലെ കർത്താവെ, നിന്റെ മകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധി യാചിച്ചുകൊണ്ട് കർത്താവെ വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം കർത്താവ് അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം സ്തോത്രം. ഞാനും എന്റെ കുടുംബം ഞങ്ങളെ കോവെ സേവിക്കുമെന്ന് പറയുക കർത്താവ്. നിന്റെ മകളെ കുടുംബമായി സഹായിക്കാൻ പോകുന്ന സഹനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. അപ്പച്ചാ സ്തോത്രം സ്തോത്രം. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശൈലേശ്വര കുടുംബമായി ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഷെർലിശ്വര കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെ മാതാവിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ യുകെയുടെ മണ്ണിലായിരുന്നു, നാട്ടിൽ പോകുവാനൊക്കെ സാഹചര്യം ഒരുക്കി കൊടുത്ത ദൈവമേ, എന്റെ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കും. വേഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും മറുപടി കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിന്ധുശ്രേ കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കർത്താവെ നീതിയായി കണക്കിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ബീനായ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളെയൊക്കെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മകളുടെ ജീവിതത്തിൽ കൊടുക്കുന്ന വിടുതലുകൾക്കായി കോടാനുകോടി സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം 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 കർത്താവ്. ഒരു തലമുറയെ കൊടുത്തു മാനിക്കണമേ കർത്താവെ. അപ്പച്ച കർത്താവെ, ജീവിത പങ്കാളി കുടുംബമായി ദൈവസന്നിധി വരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. പിതാവിനും സൗഖ്യത്തിന്റെ കരം വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുശീലശ്രേ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ മകൾ ലീഡിയെയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിന്റെ മകളുടെ ഹൃദയത്തിന്റെ നിലവാരം സ്വർഗം അറിയുന്നല്ലോ. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അസാധാരണ മറുപടികളെ കൊടുത്തു മാനിക്കണമേ. ശരീരാത്മദേഹങ്ങളിന്മേൽ സൗഖ്യമയക്കണമേ കർത്താവെ. എന്റെ ദൈവമേ, ഭവനത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളെ ആരാധനകളെ എല്ലാം ഘടകാരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രശ്മിശ്ര കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകനായിരിക്കുന്നിടത്ത് ദൈവം കരുതണമേ കർത്താവെ. എന്റെ മകൾ പനിയുടെ അസ്വസ്ഥയൊക്കെ ഭാരപ്പെടുന്നുണ്ട്. പൂർണ്ണമായ സൗഖ്യവും വിടുതലും കൊടുത്ത് വേഗത്തിൽ കർമ്മേലി കയറുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ്. ഇന്ന് രാത്രി കാലത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി ഇറങ്ങിയ എല്ലാ അഭിഷിക്തന്മാരെ അപ്പച്ചാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ, വചനം സംസാരിച്ചവരെ കർത്താവരായിരിക്കുന്ന പട്ടണങ്ങളെ, രാജ്യങ്ങളെ എല്ലാം കർത്താവ് നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കരുത്. ഓരോ ദിവസവും മധുരവുമായി കയറുന്ന പ്രിയപ്പെട്ടവര് കർത്താവേ, കഷ്ടതയിലും വേദനയിലും പ്രയാസത്തിലും ഒക്കെ നിന്നുകൊണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി വചനം സംസാരിക്കുമ്പോൾ കർത്താവേ അവരുടെ മുഖത്തെ ആദരിക്കണമേ കർത്താവ്. അവരുടെ വിഷയങ്ങളിൽ മഞ്ഞും മഴയും അയക്കണം കർത്താവെ. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുക കർത്താവെ. ആരും സങ്കടപ്പെടല്ലേ, ആരും വേദനപ്പെട്ടു പോകല്ലേ. ഇന്ന് രാത്രി ഞങ്ങളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ കർത്താവെ. ആ പേരുകൾ വിട്ടുപോയ പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിക്കേണ്ട. സിജോയെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിന് കർത്താവെ, നിന്റെ മകൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ അങ്ങ് നീതിയായി കണക്കിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവനൊരു വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ എല്ലാം ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി അടിയനെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമ മഹത്വമായി തീരണം. ഇന്ന് രാത്രി വചനവുമായി നിൽക്കുന്ന ദൈവാഭിഷക്തനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. ഇന്ന് രാത്രി കാലം ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടണം. രോഗികൾ സൗഖ്യമാകണം, പാപികൾ മാനസാന്തരപ്പെടണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം, വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കാണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ പ്രാർത്ഥനകളെ വിട്ടുപോയ കുടുംബങ്ങളെ എല്ലാ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാറാമ്മ ചാണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കുടുംബത്തോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണത്തിൽ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന ഭവനത്തിലെല്ലാ ശ്വാസം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. സന്തോഷ് ബ്രഹ്മനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ സാഹചര്യമൊക്കെ അനുകൂലമാക്കി കൊടുക്കണമേ. സൗദിയുടെ പട്ടണത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രാജ്യത്തെ ഞങ്ങൾ അവകാശത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ മകന് വലിയ വിടുതലുകളും അത്ഭുതങ്ങളും ഒക്കെ കാണുവാൻ സഹായിക്കണം. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിറഞ്ഞ മനസ്സോടെ അങ്ങയുടെ മണ്ണിൽ ഇരുന്നുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു അനുഗ്രഹമായി അത്ഭുതമായി തീരണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്ന കൃപയോട് കേട്ടുത്തരം മാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കിനി അടുത്ത വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേരളത്തിലെ 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഈ പനിയുടെ വൈറൽ ഫീവറായിട്ട് അനേകം മക്കൾ ഭാരപ്പെടുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേരളത്തിലെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷം പ്രതി പീഡനങ്ങൾ അനുഭവിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവജനങ്ങളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കാം. അനേകം മക്കൾ ഇനി യേശുവിനെ അറിയാത്തവരുണ്ടല്ലോ, അവരൊക്കെ അറിയാനിടയായി തീരണം. അതിനായി ഹല്ലേലൂയ ദൈവദാസന്മാരെ ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യമായ സുവിശേഷം അറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാരുണ്ട്. പല ഇടങ്ങളിൽ രഹസ്യമായി ഒക്കെ പ്രാർത്ഥന ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. ദൈവം അവരെയൊക്കെ സൂക്ഷിക്കണം. അതുപോലെ മുസ്ലിം രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റേ ഹല്ലേലൂയ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അനേകം മക്കൾ ഇനിയും യേശുവിനെ അറിയാത്തവരുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്ര ഈ സ്നേഹം, നമ്മൾ അറിയുന്ന സ്നേഹം അവരും അറിയാനിടയായി തീരണം. അതുപോലെ നമ്മുടെ സഹോദരവർഗ്ഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. നമ്മൾ അറിഞ്ഞ സന്തോഷവും സമാധാനവും അവരും ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് ഒത്തൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവനാഥിൽ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കരുണയുള്ള തമ്പുരാനെ, പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ അപ്പച്ച കർത്താവേ, അടിയങ്ങൾ ഈ തിരുസന്നിധിയിലെ ഈ സന്ധ്യാസമയത്ത് ഒരുമിച്ച് കൂടി വന്ന കർത്താവേ, ഈ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്യുന്ന പ്രിയ ആന്റിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇതുവരെ കരുതി എന്റെ ദൈവത്തോടെ നന്ദി പറയുന്ന കർത്താവേ, പ്രിയ അഭിഷിക്ത പറഞ്ഞ വിഷയത്തെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പാ ഹല്ലേലൂയ, ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അധികാരികളുടെ മനസ്സോട് ദൈവം ഇടപെടുമാറാകണം കർത്താവേ. കഷ്ടം അനുഭവിക്കും ഞങ്ങളുടെ ദൈവദാസന്മാരോട് കരുണ തോന്നണം കർത്താവേ. യേശുവേ, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ അനേക സ്ഥലങ്ങളിൽ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു കർത്താവേ. അവർക്കെല്ലാം ഒരു വലിയ വിടുതൽ കൊടുക്കണം അപ്പാ. കഷ്ടങ്ങളിൽ വലിയ തുണയായി നിൽക്കുന്ന ദൈവത്തിന്റെ സഹായം ഞങ്ങളുടെ കൂടെ ഇരിക്കണം കർത്താവേ. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യുദ്ധങ്ങളും യുദ്ധഭീഷണികളും കേട്ടപ്പോഴും ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച എന്റെ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അനേക കുടുംബങ്ങൾ വേർപാടിന്റെ ദുഃഖത്തിൽ ഭാരപ്പെടുന്ന കർത്താവേ, അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേക തലമുറകൾ തെറ്റിപ്പോകുന്ന കർത്താവേ, അനേക വിഷയങ്ങൾ കേട്ടുകൂടാൻ വയ്യാത്തത് കേൾക്കുന്ന കർത്താവേ, അതിനെല്ലാം ഒരു പരിഹാരിയായി എന്റെ ദൈവം വരണമേ. വടക്കേ ഇന്ത്യക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനേക രാജ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വടക്കേ ഇന്ത്യയിൽ ജയിലായിരിക്കുന്ന എന്റെ അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ വിഷയത്തിൽ ദൈവം ഒരു മറുപടി കൊടുക്കണം കർത്താവേ. അവരുടെ തലമുറയെ മാനിക്കണം കർത്താവേ, അവരുടെ കുടുംബത്തെ മാനിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രിയപ്പെട്ട ഹല്ലേലൂയ ദൈവദാസിമാര് പറഞ്ഞ വിഷയങ്ങൾ അനേകമുണ്ട് കർത്താവേ. ഇന്ന് ഹല്ലേലൂയ വചനം സംസാരിക്കുന്ന എന്റെ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു. പാടിയ തന്റെ ദാസിക്കായി സ്തോത്രം, ലീഡ് ചെയ്യുന്ന ആന്റിക്കായി സ്തോത്രം, ജോൺസൺ ഭാസ്മായി സ്തോത്രം ചെയ്യുന്നു. അനേക കുടുംബങ്ങളെ ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. അവരുടെ വിഷയങ്ങൾ അടിയൻ അറിയുന്നില്ല, എന്നാൽ സ്വർഗം അറിയുന്നുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ലപ്പാ, പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവേ.
കർത്താവേ, അങ്ങയുടെ കൃപ മാത്രമേ ഉള്ളൂ കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ, നീതിയോടെ നിർത്തണമേ, വിശുദ്ധിയോടെ നയിക്കണമേ. കറപുരളാത്ത വസ്ത്രം ധരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. എളുമത്തത്തോടെ അങ്ങയുടെ പാദവിടെ ഇരിക്കുന്ന കർത്താവേ, ഈ ഗ്രൂപ്പിനെ ഹല്ലേലൂയ ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. അനേകാത്മാക്കൾ കൂടി വന്ന് വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. അതിന് തടസ്സമായി വെച്ചിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ മുഖത്തെ ഞങ്ങൾ ഒരുമിച്ച് അടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ മീറ്റിംഗ് ആയി മാറട്ടെ കർത്താവേ. അനേക കുടുംബങ്ങൾ സാക്ഷ്യങ്ങളായി എഴുന്നേൽക്കട്ടെ കർത്താവേ. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയനെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നടപ്പിലെ, ഇരുപ്പിലെ, പ്രവൃത്തിയിലെ, ചിന്തയിലെ, നോട്ടത്തിൽ കൊടുക്ക വാങ്ങലുള്ള കുറവുകളൊന്നും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കണക്കിടരുത് അപ്പച്ച. ഞങ്ങൾ താഴ്ന്നു കർത്താവേ. ഞങ്ങളുടെ വിഷയവുമായി അങ്ങയുടെ പാദത്തിലേക്ക് ഞങ്ങൾ താഴ്ന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ ഒരു വലിയ അനുഗ്രഹമായി എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥന കേട്ട് മറുപടി വന്നിരിക്കുക. സ്തോത്രം നസ്രേനായ യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച ദേവദാസിയെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനി അടുത്ത വിഷയം. ആമേൻ, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ഹല്ലേലൂയ മുതിർന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ സ്കൂളുകളൊക്കെ തുറക്കുന്നു. അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സ്കൂളുകൾ തുറന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം പുതുവർഷം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ 10ാം ക്ലാസ്സിന്റെയും +2ന്റെ എക്സാമിന്റെ റിസൾട്ടൊക്കെ പല കുഞ്ഞുങ്ങളുടെ അറിയുവാനിടയായി. അവർക്കൊക്കെ നല്ല അഡ്മിഷൻ ലഭിക്കണം. നമുക്കതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം. വിദേശ രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ അവരായിരിക്കുമ്പോൾ ദൈവം സൂക്ഷിക്കണം. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീർന്ന് നമുക്കതിനായി പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ദൈവത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നതിന് വേണ്ടി ഹല്ലേലൂയ പേപ്പർ വർക്കുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പല കുഞ്ഞുങ്ങളും ജോലിയില്ലാതെ നിരാശയിൽ കഴിയുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ സ്തോത്രത്തോടെ നമുക്ക് ദൈവത്തിൽ ഹല്ലേലൂയ നമുക്ക് സമർപ്പിച്ച് നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രിയ ശുചിത സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ സന്ധ്യാവേളയിൽ കർത്താവെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ കർത്താവെ അനേക വിഷയങ്ങൾ എൻ്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് വെച്ചല്ലോ കർത്താവെ. എല്ലാം അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്ന് സഹായിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. വീണ്ടും ഞങ്ങളുടെ ആവശ്യങ്ങളുമായി ഞങ്ങൾ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ആരോടും പറയുവാൻ ഞങ്ങൾക്കിടമില്ലപ്പാ. ഞങ്ങൾക്ക് ഏകസത്യ ദൈവമല്ല, അപ്പയുടെ പാദപീഠമല്ലാതെ ഞങ്ങൾക്കില്ല കർത്താവേ. യേശുവേ നന്ദിയപ്പാ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയ, 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 ഹാലലുയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, ഞങ്ങളുടെ സകല ഭാരങ്ങളും അപ്പായുടെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളൊരു കുശവന്റെ കയ്യിലെ വെറും കളിമണ്ണ് മാത്രമാണപ്പാ. അതേത് രൂപത്തിൽ അത് പാകപ്പെടുത്തിയെടുക്കണമെന്ന് ആ കുശവൻ തീരുമാനിക്കുന്നത് പോലെ കർത്താവേ, അത് ഞങ്ങളെ ഒന്ന് പണിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രിയ മകൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്കൂളുകളെല്ലാം തുറക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങൾ കടന്നു പോകുവാൻ തുടങ്ങി കർത്താവെ. എന്നാൽ മാതാപിതാക്കളെ വിട്ട് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ദൈവമേ, മടങ്ങി വന്ന് കാണുമ്പോഴും അവരുടെ ഹൃദയത്തിൽ തീയാണ് കർത്താവെ. കാരണം വക്രതയും കോട്ടവുമുള്ള തലമുറയിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് കർത്താവെ. ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും മഹാമാരികളും ശാപങ്ങളും കലഹങ്ങളും കൊട്ടിയടിക്കുന്ന ഈ ലോകത്തിൽ കർത്താവെ, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, നിന്റെ പ്രൊട്ടക്ഷൻ കുഞ്ഞുങ്ങൾക്ക് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ഒരു കുഞ്ഞു പോലും നഷ്ടമായി പോകുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ നന്ദിയപ്പ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹാലലുയ, 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 ഹാലലുയ. ദൈവമേ, തലമുറകളെല്ലാം എൻ്റെ അപ്പായുടെ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങൾ വയ്ക്കുകയാണ് കർത്താവേ. സ്വദേശത്തും വിദേശത്തും ഒക്കെ പഠനത്തിനായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ അപ്പായുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പിതാവേ. അവരെവിടെയായിരുന്നാലും എൻ്റെ അപ്പായെ പിൻപറ്റി ജീവിക്കുവാൻ, മാതൃകയാക്കി ജീവിക്കുവാൻ എൻ്റെ സ്വർഗം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ അപ്പാടെ വഴിവിട്ട് അവരെ ഇടത്തോട്ടോ വലത്തോട്ടോ ചരിയുവാൻ എൻ്റെ സ്വർഗം അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ നന്ദിയപ്പാ, നന്ദി പിതാവേ. മനുഷ്യന്റെ സഹായങ്ങൾക്ക് എപ്പോഴും പരിമിതികൾ ഉണ്ടല്ലോ കർത്താവേ. എന്നാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ സ്വർഗീയ രാജാവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അതെന്നും പൂർണ്ണതയുള്ളത് കർത്താവേ. യേശുവേ നന്ദിയപ്പ,
അപ്പാ എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന അനേക മക്കളുണ്ട് കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട വാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ കർത്താവെ, സാമ്പത്തികമില്ലാതെ തക്കതായ തുണകളെ ലഭിക്കാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വലിയവനായ ദൈവം, തുറന്നാൽ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയില്ലപ്പാ. നീ അടച്ചാൽ ആർക്കും അത് തുറക്കുവാനും കഴിയില്ല. ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളെയും അപ്പായുടെ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങൾ ആരും പൂർണ്ണരല്ല കർത്താവെ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവെ, അറിഞ്ഞും അറിയാതെയൊക്കെ കർത്താവെ, ഞങ്ങളുടെ വാക്കിലെ പ്രവൃത്തിയിലൊക്കെ കുറവുകൾ സംഭവിക്കാറുണ്ട് കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊന്നും അതൊന്നും ഒരു തടസ്സമാകല്ലേ അപ്പാ. ഞങ്ങൾ താഴുന്നപ്പാ, ഞങ്ങൾ താഴുന്ന കർത്താവെ. എൻ്റെ അപ്പായുടെ പാദപീഠത്തിൽ ഞങ്ങൾ താഴുകയാണ് കർത്താവെ. മറ്റെവിടെയും ഞങ്ങളുടെ ദുഃഖങ്ങൾ, പരാതികൾ, സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ ഇടമില്ല കർത്താവെ. ഏകസത്യ ദൈവമായ എൻ്റെ പ്രിയന്റെ പാദപീഠമല്ലാതെ മറ്റൊരിടവും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ല കർത്താവെ. ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളും സമർപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കാൻ ശക്തനായവനിൽ ഞങ്ങൾ ഫരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സകല ഭാരങ്ങളും നീ യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് അരുളി ചെയ്ത കർത്താവേ യേശുവേ, ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളെയും പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വലിയവനായ ദൈവം കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ ഈ കൂടിവരവൊന്നും വെറും ഒരു ചടങ്ങായി പോകുവാൻ എൻ്റെ സ്വർഗം അനുവദിക്കല്ലേ അപ്പാ. ഈ കർമ്മൽ ഗ്രൂപ്പിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇതിൽ കടന്നു വരുന്ന എല്ലാ ദൈവദാസന്മാരെയും അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇത് വളരുവാൻ തക്കവണ്ണം എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ കയറിയിട്ട് അധികം ദിവസങ്ങളൊന്നും ആയില്ല കർത്താവെ, എങ്കിലും ഞങ്ങൾ വളരെ വ്യത്യസ്തമായി, വളരെ പുരോഗതി ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് കാണുവാൻ ഇടയാകുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് കർത്താവെ. ഇനിയും അത് അധികമായി പെരുകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥിച്ച ദേവദാസി ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വിഷയത്തിനു കൂടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ശരീര സുഖമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഭവനം ഇല്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കാം. കടഭാരത്തെ വലയുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഒത്തൊരുമിച്ച് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചുരുക്കം വാക്കുകളിൽ ആർക്കെങ്കിലും ഒരാൾക്കും ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചാലും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പറയപ്പെട്ട വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഭാരപ്പെടുന്ന പല വിഷയങ്ങളുണ്ടപ്പാ. അതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേക പറഞ്ഞ വിഷയത്തെ ഏൽപ്പിക്കുക. ദൈവമേ, നിന്റെ മഹത്വം ഈ വിഷയത്തിന് വെളിപ്പെടുത്തണമേ. കർത്താവേ, നീ അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവുമായിരിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൻ, ഇന്നലെ പ്രവർത്തിച്ചു, ഇന്ന് പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്ക് അനന്യനായിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സകല വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വം കാണുവാൻ വിഷയത്തിന്മേൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ. എല്ലാ രോഗികളെ സൗഖ്യമാക്കണമേ. എല്ലാ കടഭാരത്തിൽ ഭാരപ്പെടുന്നവര് ദൈവമേ, യഹോവയുടെ അനുഗ്രഹത്താലുള്ള സമ്പത്ത് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായും തീർത്തു വരും എന്നുള്ള വചനത്താൽ എല്ലാ കടഭാരങ്ങളും ഇപ്പോൾ മാറിപ്പോവാൻ ആത്മാവിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകലത്തിന്മേലും ജയമെടുക്കുന്നു. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഇവിടുത്തെ സന്നിധിയിലായിരിക്കുന്നല്ലോ. ദൈവം ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. ദുര്യായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഹൃദയം തുറന്ന് കർത്താവെ, ഞങ്ങൾ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും വചനം കേൾക്കുവാനും വിടുതലായി തീരുവാനും ദൈവം ഞങ്ങളുടെ മേലെ അത്ഭുതങ്ങളെ അയക്കണമേ. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. സകലവും പുത്രനായ യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.
ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച ദേവദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഓരോ മക്കളെയും ദൈവം സഹായിച്ചല്ലോ. എല്ലാവരെയും കുടുംബമായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. നമുക്കിനി വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണല്ലോ. നമ്മുടെ മധ്യേ കടന്നു വന്ന പ്രിയ ദേവദാസിനെ ദൈവകാര്യത്തിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നിറയത്തോട് അങ്ങേ സ്തുതിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. അടിയുടെ മധ്യേ ദൈവമേ ഹല്ലേലൂയ വചനമായി കടന്നു വന്ന പ്രിയ ദേവദാസിനെ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ ഹല്ലേലൂയ. അടിയങ്ങൾക്ക് വേണ്ടുന്ന ദൂതുകളും ആലോചനകളും കർത്താവേ ദേവദാസിന്റെ പക്കൽ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറഞ്ഞു നിന്നുകൊണ്ട് വചനം ഘോഷിപ്പാൻ ദേവദാസിനെ സഹായിക്കണേ അപ്പ. കേൾക്കുന്ന ഓരോ മക്കൾക്കും വിടുതലും അനുഗ്രഹമായി തരുവാൻ സ്വർഗം സഹായിക്കണേ. പ്രാർത്ഥനയാനും കെട്ടിക്ക. സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. വചന ശുശ്രൂഷയ്ക്കായി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയ ഷിബു പാസ്റ്റർ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. പ്രൈസിലോട് പാസ്റ്ററെ, ഒരു സെക്കൻഡ്. ആശ സിസ്റ്റർക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞായിരുന്നേ. ആയിക്കോട്ടെ. പറഞ്ഞു സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട അഭിഷിക്തൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് എനിക്ക് ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നടുവിനും വലത് കാലിനും താഴോട്ട് ഭയങ്കര വേദനയാൽ ഭാരപ്പെട്ടു. അപ്പൊ ഞാൻ ഒരു മീറ്റിങ്ങിലും കയറിയില്ല. പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ഞാൻ വിചാരിച്ചു ആന്റിയുടെ മീറ്റിങ്ങില് എനിക്ക് ഭയങ്കര ഇഷ്ടം, ആന്റിയോട് ഒരു പ്രത്യേക സ്നേഹം. ഞങ്ങൾ കുറച്ച് നാളെ ആയുള്ളൂ എങ്കിലും എനിക്കൊരു പ്രത്യേക ആത്മീയ ബന്ധം ആന്റിയുമായിട്ടുണ്ട്, ഈ ഗ്രൂപ്പിനോടും ഉണ്ട്. എന്നാൽ അതിനകത്ത് കയറാമെന്ന് വിചാരിച്ച് ഞാൻ കയറി. വീഡിയോ ഓണാക്കിയില്ല. ഞാൻ ഇങ്ങനെ വേദനയോട് ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥനാ മുറിയില് അഭിഷിക്തൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് അഭിഷിക്തൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു, നടുവിനും കാലിനും അസ്ഥിക്കും വേദനയാൽ ഇപ്പൊ ഭാരപ്പെടുന്നവര് സൗഖ്യമാകുന്നെന്ന് പറഞ്ഞു. ഞാൻ ആ സൗഖ്യത്തെ ഏറ്റെടുത്തു ദൈവനാമത്തില്. അപ്പൊ തന്നെ ആ നിമിഷം തന്നെ ആ വേദന എന്നെ വിട്ടുപോയി. ഞാൻ ഒന്ന് വചനം കേട്ടിട്ട് അങ്ങ് കിടക്കണമെന്ന് വിചാരിച്ചു. അതുപോലത്തെ വേദനയായിരുന്നു. പക്ഷെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഇപ്പോൾ എനിക്ക് ആ വേദനയില്ല. ഞാൻ അന്നേരം തന്നെ ആ നിമിഷം തന്നെ ആന്റിയെ വിളിച്ചറിയിച്ചു. എന്നാൽ നമ്മളൊരു സാക്ഷ്യം പറയുമ്പോൾ പ്രിയ അഭിഷിക്തനെ വിളിച്ച് പറഞ്ഞാൽ അഭിഷിക്തന് മാത്രമേ കേൾക്കാൻ പറ്റൂ. ഈ ഗ്രൂപ്പിൽ പറയുമ്പോൾ അനേക സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഈ സാക്ഷ്യം പറയുന്നത്. എന്നെ ഓർത്തും എൻ്റെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട അഭിഷിക്തനോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതിനുപരിയായി എൻ്റെ ദൈവത്തോട്, എൻ്റെ യേശുപ്പായോട് ഞാൻ നന്ദി പറയുന്നു. പ്രിയ ആന്റിയോടും എല്ലാവരോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ദൈവനാമത്തിൽ ഞാൻ താഴ്ന്നിരിക്കുന്നു. പ്രിയ അഭിഷിക്തനെ, കുടുംബത്തെ, ശുശ്രൂഷയൊക്കെ ഞാൻ ആ നിമിഷം കൊണ്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് അന്നേരം ഇപ്പൊ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വന്നപ്പോ സങ്കീർത്തനം 34:6 എൻ്റെ ഹൃദയത്തിൽ വന്നു. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു, രക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആ വചനം എൻ്റെ നാവിൽ തന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ഓർത്ത് എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ആന്റിക്കൊക്കെ അറിയാം. എനിക്കറിയത്തില്ല, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഞാൻ അതുപോലെ അതിവേദനയല്ല. കാരണം എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ലാത്ത ഭയങ്കരമായ ഒരു അതിവേദന എൻ്റെ കാലിന് വന്ന് ഞാൻ ആ നിമിഷം ഓടി വന്ന് ഈ ഗ്രൂപ്പിനകത്ത് കയറുമായിരുന്നു. അപ്പൊ അഭിഷിക്തൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അത് കേട്ട് ഞാൻ ആ വേദന മറന്ന് ആരാധിച്ചപ്പോഴ അഭിഷിക്തൻ ഇങ്ങനെ പറയുകയും എനിക്ക് ഭയങ്കര വിടുതലായി. ദൈവമക്കളെ, എൻ്റെ കൂടെ 2 പേർക്കും ഇതിനകത്ത് വിടുതൽ. 3 പേരെ എന്നെ കാണിച്ച്, 2 പേർക്കുണ്ട്. അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അസ്ഥിയുടെ തേയ്മാനത്തിലും വേദനയാലും ഭാരപ്പെട്ട് അന്ന് തന്നെ അവർക്കും ആ വിടുതൽ സംഭവിച്ചു എന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അഭിഷിക്തനോട് നന്ദി പറയുന്നു. പ്രിയ ആന്റിയോടും സൂര്യനോടും ജോൺസൺ പാസ്റ്ററിനോടും ഒക്കെ എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ താഴ്ന്നിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത സൗഖ്യത്തിനായിട്ട് ദൈവത്തിനൊരു നന്ദി പറഞ്ഞാട്ടെ. എല്ലാവരും കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ വൈകിയ സമയത്ത് അല്പസമയം നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോകുകയാണ്. അതിനാധാരമായി 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് ഓണാക്കി ശബ്ദമുയർത്തി വായിക്കാം. 1 ശമൂവേൽ
9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. 1 മിനിറ്റ്. മറ്റാർക്കെങ്കിലും വായിക്കാം? ഒന്നുകൂടെ പറയാമോ? 1 ശമൂവേൽ 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഒരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അഫീഹിന്റെ മകനായ ബഖോറത്തിന്റെ മകനായ സെറോമിന്റെ മകനായ അബിയേലിന്റെ മകനായിരുന്നു. അവന് ശൗൽ എന്നു പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ ഒരു പുരുഷനില്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് എന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. അവൻ എബ്രിയ മലനാട്ടിലും ശാലീശ ദേശത്തിലും കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്തു കൂടി സഞ്ചരിച്ചു, അവിടെ ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തും കൂടി സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരൂ എന്ന് അവനോട് പറഞ്ഞു. ശൗൽ തന്റെ ഭൃത്യനോട്, നാം പോകുന്നു എങ്കിൽ ആ പുരുഷൻ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ പാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ, ദൈവപുരുഷന് കൊണ്ടിയെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്കെന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട്, എന്റെ കയ്യിൽ 1/4 ശേക്കെൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരൂ എന്ന് ഉത്തരം പറഞ്ഞു. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, വരുവീൻ, നാം ദർശകന്റെ അടുക്കൽ പോക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു. ശൗൽ ഭൃത്യനോട്, നല്ലത്, വരിക, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചു വന്ന പട്ടണത്തിലേക്ക് പോയി. സ്തോത്രമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇല്ല, ആമേൻ. പഴയ നിയമ പുസ്തകത്തിന്റെ എഴുത്തുകളിൽ നാം കാണുന്ന ചില പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിധത്തിലുള്ള സംഭവങ്ങൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. വ്യക്തികളോടുള്ള ബന്ധത്തിൽ സരാബാത്തിലെ വിധവ, പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി എന്ന് പറയുന്ന ആ സംഭവം, അതുപോലെ ഒത്തിരി സംഭവ കഥകൾ അല്ലെങ്കിൽ അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുവിന്റെ പ്രവൃത്തികൾ ഒത്തിരി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ട് വ്യക്തികളുടെ ജീവിതത്തിൽ നടന്ന മിറക്കിളുകൾ, അത്ഭുതങ്ങൾ വിശദമായിട്ട് എഴുതപ്പെട്ട ഒത്തിരി സംഭവങ്ങൾ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇത് നമ്മെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതേപോലെയുള്ള വിഷയവുമായിട്ടുള്ള ഈ വിധത്തിലുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. അവരോടുള്ള ദൈവശബ്ദമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ വിധത്തിൽ കാണുവാൻ കഴിയുന്നത്. ആമൻ ഈ പകൽക്കാലം അല്ല, ഈ വൈകിയ സമയത്ത് ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് ഹൃദയമായി വ്യക്തമായി ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ആയിരിക്കുമ്പോൾ, ആമൻ, ഹല്ലേലൂയ, ഈ വചനഭാഗങ്ങളിൽ നിന്നൊക്കെ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. പ്രധാനമായി 3 കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ഈ വൈകിയ സമയത്ത് പറയാനുള്ളത്. 1, ദൈവത്തിന്റെ വിളി. 2, ദൈവ വിളിക്കായിട്ടുള്ള ദൈവത്തിന്റെ വഴി. ഹല്ലേലൂയ, ദൈവ വിളിയിലേക്കുള്ള ദൈവത്തിന്റെ വഴി. 3, വിളിയുടെ ഉദ്ദേശം. ഒന്നുകൂടെ പറയട്ടെ. 1, ദൈവത്തിന്റെ വിളി. 2, ആമൻ, ദൈവ വിളിക്ക് വേണ്ടിയുള്ള ദൈവിക വഴി, ദൈവ വിളിയിലേക്കുള്ള ദൈവത്തിന്റെ വഴി. ആമൻ. 3, ദൈവിക വിളിയുടെ ഉദ്ദേശം. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ നിന്നും മറ്റ് ചില വേദഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമൻ. ദൈവത്തിന്റെ വിളി. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ദൈവവിളിയോടുള്ള ബന്ധത്തിൽ
ഇതിനകത്തുള്ളവരാണ്. ദൈവത്തിന്റെ വിളി എന്നാണ് നമുക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ആമേൻ, ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ വിളിച്ചതാണ്. ആമേൻ, ആമേൻ. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ വിളിയുണ്ട്, അല്ലെങ്കിൽ മുൻനിർണയമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആ മുൻനിർണയം, ആ വിളി, ആമേൻ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, ആ ജീവിതത്തിന്റെ ഏടുകളിൽ, വിവിധ സന്ദർഭങ്ങളിൽ, പല ജംഗ്ഷനുകളിൽ വെച്ചാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ, ഓരോരുത്തരോടും ചോദിച്ചാൽ, അവർ പറയുന്ന സാക്ഷ്യം ഇതായിരിക്കും: ഇന്ന സമയത്ത്, ഇന്ന വിധത്തിൽ, ഇന്ന ഇടത്ത് വെച്ച ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. ആ വിധത്തിൽ കർത്താവിനെ അറിഞ്ഞവരാണ് ഇവിടെ ആയിരിക്കുന്നത്. ഇത് ആമൻ, ഈ വൈകിയ സമയത്ത് ഞാൻ പറയട്ടെ, ഇവിടെ ആമൻ ശൗൽ എന്ന് പറയുന്ന ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകനായ ശൗലിന് ഒരു വിളിയുണ്ടായി. ഹല്ലേലൂയ. ആ വിളിയിലേക്ക്, ആ പദ്ധതിയിലേക്ക് ഉള്ള ദൈവിക നടത്തിപ്പാണ്, ആ വിളിയുടെ, ആമൻ, ആ വിളിയിലേക്കുള്ള ദൈവിക വഴിയാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഒരിക്കൽ കീശിന്റെ കഴുതകൾ കാണാതെ പോയി. കീശ് എന്ന് പറയുന്ന ബെന്യാമീൻ ഗോത്രക്കാരനായ മനുഷ്യൻ വളരെ ധനികനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ധനികനായിട്ടുള്ള ഈ മനുഷ്യന് അവൻ ഒത്തിരി ആടുമാടുകളും മൃഗസമ്പത്തുകൾ, പ്രത്യേകിച്ച് കഴുത സമ്പത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് തന്റെ കഴുതകൾ കാണാതെ പോകുകയും അവൻ തന്റെ മകനായ ശൗലിനെയും ശൗലിനെ ആ കഴുതകൾ കണ്ടുകിട്ടേണ്ടതിനു വേണ്ടി താൻ പറഞ്ഞയക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ വായിച്ചു കേട്ടത്. താൻ പോകുമ്പോൾ തന്റെ ഭൃത്യനായ, അല്ലെങ്കിൽ തന്റെ വീട്ടിൽ വളർന്ന ദാസനെയും കൂടെ കൂട്ടിയാണ് താൻ ഈ കഴുതകളെ അന്വേഷിച്ചു പോകുന്നത്. കഴുതകളെ അന്വേഷിച്ചു പോകുമ്പോൾ താൻ വിവിധ ദേശങ്ങളിൽ കൂടി, നമ്മൾ പറയാറുണ്ട് പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കോട്ടയം ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് എന്നൊക്കെ പറയുന്നത് പോലെ വിവിധ സ്ഥലങ്ങളിൽ കൂടി താൻ അന്വേഷിച്ച 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൂടി ഈ കഴുതകളെ അന്വേഷിച്ച ഈ ഭൃത്യനും ശൗലും കൂടെ അവർ ഒരുമിച്ച് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ അവിടെ വായിച്ചു കേട്ടത്, ഒരു സമയം വന്നപ്പോൾ ഇവർ ഈ യാത്ര മതിയാക്കാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു. കാരണം ഇത്രയും ദൂരം അവർ ചില ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടും, ചില ദിവസങ്ങൾ അന്വേഷിച്ചിട്ടും തങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ തിരികെ കിട്ടിയില്ല. അങ്ങനെ ആ യാത്ര അവസാനിപ്പിക്കാമെന്നുള്ള ആഗ്രഹത്തെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ ക്ഷീണിച്ചു കാണും, അന്വേഷിച്ച് തളർന്നു കാണും, നിരാശയോടെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള ആ ചിന്തയോടുകൂടെ, നിരാശയോടെ തിരികെ പോകുവാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോഴാണ് തന്റെ കൂടെ വന്ന ഭൃത്യൻ ഒരു കാര്യം പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രവാചകനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രവാചകനുണ്ട്. അവന്റെ അടുക്കൽ പോയാൽ ഒരു പക്ഷേ നമ്മുടെ കാര്യം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിളിയുടെ ആ രീതി ഒന്ന് മനസ്സിലാക്കിയേ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ഒന്ന് പോയാൽ ചിലപ്പം കാര്യം നടന്നെങ്കിലോ എന്ന് പറഞ്ഞ് ഇരുവരും കൂടെ കഴുതയെ കണ്ടുകിട്ടാനുള്ള ആലോചനയ്ക്ക് വേണ്ടിയാണ് അഭിഷിക്തന്റെ അടുക്കലേക്ക് പോയത്. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു, ദൈവത്തിന്റെ വഴി മറ്റൊന്നായിരുന്നു. ഇന്ന് ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിച്ചാൽ കഴുതയെ അന്വേഷിച്ച് കയറിയ ഒരു കൂട്ടമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ രോഗത്തോടുള്ള ബന്ധത്തിലോ, സാമ്പത്തിക വിഷയങ്ങളോടുള്ള ബന്ധത്തിലോ, ഏതെങ്കിലും ഒക്കെ വിധത്തിൽ കെട്ടപ്പെട്ടോ ചുറ്റപ്പെട്ടോ ഒക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് വന്നോ, ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് വന്നോ ഒക്കെ ആയിരിക്കാം ഈ അനുഭവത്തിലേക്ക് കയറിയത്. പക്ഷേ വന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. വിശ്വസിക്കുന്ന ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലർ വിചാരിക്കാറുണ്ട്, എന്റെ ഈ വിഷയത്തിന് വേണ്ടി ഒരു വിടുതല് അങ്ങോട്ട് പോയാൽ കിട്ടുമെന്ന്. അങ്ങനെ വിചാരിച്ച, പക്ഷെ കാര്യം അതല്ല. ഹല്ലേലൂയ. നിങ്ങൾ കയറിയത് ദൈവത്തിന്റെ പദ്ധതിയിലേക്കാ. നിങ്ങൾ കയറിയത് ദൈവത്തിന്റെ വിളിയിലേക്കാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ചിലരെങ്കിലും ഏതെങ്കിലുമൊക്കെ വിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കാം ഇതിനകത്ത് കയറിയത്. ഒരുപക്ഷെ സാമ്പത്തിക വിഷയമായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കും, ഒരുപക്ഷെ രോഗമായിരിക്കാം, പല വിഷയങ്ങളായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. ആ വിധത്തിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് അതൊരു ദൈവത്തിന്റെ വഴിയിൽപ്പെട്ട കാര്യമാണ്, അല്ല ദൈവിക പദ്ധതിക്കായിട്ടുള്ള ഒരു ഒരുക്കമാണ്, ദൈവിക വിളിയിൽപ്പെട്ട വിഷയമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 9:15. 1 ശമൂവേൽ 9:15. പെട്ടെന്ന് വായിച്ചാട്ടെ. ആമേൻ, 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 ഹല്ലേലൂയ. 1 ശമൂവേൽ വേറെ ആരെങ്കിലും വായിക്കാം? 1 ശമൂവേൽ 9:15. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുൻപേ വായിച്ചോട്ടെ. യഹോവ അത് ശൗമേന് വെളിപ്പെടുത്തി, നാളെ ഈ നേരത്തെ ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എന്റെ ജനത്തെ മതി. താങ്ക് യു. ആമേൻ. ഇവിടെ എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ ദൈവം ശമൂവേലിന് വെളിപ്പെടുത്തി. എന്താ വെളിപ്പെടുത്തിയത്? ഞാൻ ഒരുത്തനെ അയക്കുന്നുണ്ട്. ആമേൻ. ആ പശ്ചാത്തലം ചിന്തിച്ചാൽ ദൈവം അയച്ചിട്ടാണോ ആ വ്യക്തി വന്നതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് നമ്മൾ പറയും. കാരണം കഴുതയെ അന്വേഷിച്ച് കറങ്ങി നടന്ന് നിരാശനായി ഇനി തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ കൂടെ വന്ന ഒരു ഭൃത്യൻ, കൂടെ വന്ന ഒരു മനുഷ്യൻ യാദൃശ്യവശാൽ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് ഈ മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് പോകുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ അവൻ ഏതെങ്കിലും ദർശനം കണ്ടിട്ടോ, ഏതെങ്കിലും വെളിപ്പാട് കണ്ടിട്ടോ, ആരെങ്കിലും പറഞ്ഞിട്ടോ ഒന്നുമല്ല ഈ വ്യക്തി പ്രവാചകന്റെ അടുക്കൽ പോകുന്നത്. സന്ദർഭവശാൽ കൂടെ വന്ന ഭൃത്യൻ പറഞ്ഞിട്ട് പോകുന്ന ഒരു പോക്കാണ്. പക്ഷെ ദൈവം അത് നോട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ അവനെ അയക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ദൈവത്തിന്റെ വിളി, 2 ദൈവത്തിന്റെ വിളിയിലേക്കുള്ള വഴി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിയിലേക്കുള്ള വഴി. സഹോദര സഹോദരി, ദൈവ വൈതലെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ദൈവത്തിന്റെ വഴിയിലേക്ക്, ദൈവത്തിന്റെ വിളിയിലേക്കുള്ള ഒരു വഴിയോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം അല്ലെ ഈ രാത്രി നിങ്ങൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഒരുപക്ഷെ വിശ്വാസത്തിലേക്ക് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസ അനുഭവത്തിൽ ആദ്യമായി കാലുകൾ വെക്കുന്നവരായിരിക്കാം. ആരുമാകട്ടെ, നിങ്ങളായിരിക്കുന്നത് ദൈവത്തിന്റെ വിളിയോടുള്ള ബന്ധത്തിൽ ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി, ചില പദ്ധതികളുടെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ടാണ് ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരമടിച്ചോ ദൈവത്തെ അത് സ്തുതിച്ചാട്ടെ. ഞാൻ വന്നതല്ല, എന്നെ കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. ആരെങ്കിലും വിളിച്ചിട്ട് വന്നതല്ല. ഇത് ദൈവത്തിന്റെ നിയോഗമാണ്, ഇത് ദൈവത്തിന്റെ വഴിയാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. വിശ്വസിക്കുന്ന ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ ദൈവം ശമൂവേലിനെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ഒരുത്തനെ അയക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു വേള ആ കഴുതകൾ കാണാതിരുന്നത്, കണ്ടുകിട്ടാതിരുന്നത് ഒരു നിയോഗമാണ്, ഒരു ദൈവപ്രവൃത്തിയാണ്. ഈ ദിവസങ്ങളിൽ ചിലത് കണ്ടുകിട്ടാതെ ഭാരപ്പെട്ട
പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ മുട്ടുമടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നിന്നെ അവന്റെ സന്നിധിയോടൊന്ന് അടുപ്പിക്കാനുള്ള ഒരു ഡിലേ മാത്രമാണ്, ഒരു താമസം മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നം. നീ ഒന്ന് അടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞ് നീ ഒന്ന് അടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കാൻ പോവുകയാണ്, പെട്ടെന്ന് മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്, പെട്ടെന്ന് കഴുതുകളെ കണ്ടുകിട്ടാൻ പോവുകയാണ്, പെട്ടെന്ന് ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ അസാധാരണമായ ചില ദൈവകരത്തിന്റെ മഹത്വം ചലിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, 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 ആമേൻ. Glory, glory, hallelujah, 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 hallelujah. ആ ഭാഗത്ത് തന്നെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യം ഇതാണ്. 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുത കണ്ടുകിട്ടിയിരിക്കുന്നു. എപ്പോഴാണെന്നറിയാമോ? ശമൂവേലിന്റെ വീട്ടിൽ ശൗലിരിക്കുമ്പോ അന്വേഷിച്ചു പോയപ്പോഴല്ല കഴുത കിട്ടിയത്. ഹല്ലേലൂയ. ശമൂവേലിന്റെ അഭിഷക്തന്റെ വീട്ടിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോ ഇതാ അടുത്ത ന്യൂസ് വരികയാണ്, കാര്യം നടന്നു എന്ന് വെച്ച കാര്യം ഇത്രേ ഉള്ളൂ. നിന്റെ എഫോർട്ട് കൊണ്ടല്ല, സൈന്യബലം കൊണ്ടല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ചില അസാധ്യങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ ജനത്തിന്റെ മേൽ നടക്കാൻ പോകുകയാണ്. നിന്റെ അധ്വാനം കൊണ്ടല്ല, നിന്റെ നിലവിളി കൊണ്ടല്ല, നിന്റെ നിന്റെ പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച ദൈവം ചിലതിനെ സാധ്യമാക്കുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ദൈവം പറയാണ്, എനിക്ക് പറ്റും. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അതിനെ തീർത്തു തരാം. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം നിങ്ങൾ കൊണ്ട് നടക്കണ്ട, നിങ്ങൾ അതിനെ ചുമന്നുകൊണ്ട് നടക്കണ്ട. നിങ്ങൾ ചുമക്കുന്നത് നിർത്ത, അപ്പന്റെ കരത്തിലേക്ക് കൊടുക്ക. ഏത് വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ശക്തിയും പ്രാപ്തിയും എന്റെ കർത്താവിനോട്ടാണ്. ചെങ്കടലാണെങ്കിൽ അത് മുറിയപ്പെടും, യോർദാൻ ആണെങ്കിൽ അത് മുറിയപ്പെടും, പാറ പിളർക്കപ്പെടും. ഹല്ലേലൂയ. മരുഭൂമിയിൽ മന്ന പെയ്യും. അത്ഭുതങ്ങളുടെ താക്കോൽ അവൻ നിന്റെ കരത്തിൽ തരികയാണ്. അത്ഭുത രക്ഷന ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യു സറണ്ടർ. നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ വഴി വിട്ടിട്ട, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിർത്തത്. പൈതലെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആരെങ്കിലും സ്വന്തം വിവേകത്തിൽ ഊന്നി പ്രാർത്ഥനയും പിന്നെ അടുത്തത് സ്വന്തം വിവേകത്തിൽ ഊതുക. ഇവിടെ അല്പം അവിടെ അല്പം ഇരുക. തോണിയിൽ കാല് വെച്ച് പോകുന്നത് നിർത്തിയിട്ട 2 കാലും എടുത്ത് കർത്താവ് എന്ന് പറയുന്ന തോണിയിലേക്ക് വെക്ക, ആ ബോട്ടിലേക്ക് വെക്ക. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്ക, നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ പൂർണ്ണമായി ആശ്രയിക്ക. യെസ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് ഈ സമയത്ത് എന്റെ കർത്താവ് ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ ആ പരിമിതിക്കുള്ളിൽ നിന്ന് ആത്മാവിൽ നിന്ന് സ്തുതിക്കാം. അത്ഭുതന ശമാന ഹദുര. ആമേൻ, 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 ആമേൻ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം വിവേകത്തിൽ നിർത്തണം അത്. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ച് കളഞ്ഞേക്കാം, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ ഒന്നും കാര്യം നടക്കത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ കൊടുക്കുമെന്നും വിശ്വസിക്കണം. അത് വിശ്വസിച്ച് വന്നാലുണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം എന്നത്
ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാണ്. അവൻ നീ വിശ്വസിക്കുന്നത് നീ കാണാൻ പോകുക, നീ പറയുന്നത് നീ പ്രാപിക്കാൻ പോകുക, നീ പ്രാർത്ഥിക്കുന്നത് നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ നിങ്ങൾ ആയിരിക്കുന്നത് ദൈവിക വിളിയിലാണ്. മറന്നു പോകരുത്, ദൈവിക വിളിയിലാണ്. ഹല്ലേലൂയ. ഭൃത്യൻ പറഞ്ഞിട്ടാണ് ശൗല് അവൻ ശമൂവേലിന്റെ അടുക്കിലേക്ക് വന്നത്. പക്ഷേ ദൈവം എന്താണ് അവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് പുസ്തകത്തിൽ നോട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ ഒരുത്തനെ നിന്റെ അടുക്കൽ അയക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കണമേ, ഇവിടെ ആയിരിക്കുന്ന ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ നിങ്ങൾക്കത് യാദൃച്ഛിക സംഭവമായിട്ടോ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം, നിർബന്ധം കൊണ്ടോ നിർബന്ധമല്ലാതെയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അതല്ല, അത് യാദൃശ്ചികമല്ല, അത് അങ്ങനെയല്ല. അതിന്റെ കാര്യം, നിങ്ങളെ ഇത് കേൾപ്പിക്കാൻ ദൈവം നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. നിങ്ങളെ ഇത് കേൾപ്പിക്കാൻ നിങ്ങളെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. എന്ത് കേൾപ്പിക്കാൻ? നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിങ്ങളെ കുറിച്ചൊരു വിളിയുണ്ട്, ദൈവത്തിനൊരു വഴിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വിളി എന്ന് പറഞ്ഞാൽ വലിയ വിളിയാണ്. ആ വിളിയിലേക്ക് കൊണ്ടുവരുന്ന രീതി എന്ന് പറയുന്ന, വഴി എന്ന് പറയുന്ന ഒരു പക്ഷേ വളരെ സാധാരണമായ വഴിയായിരിക്കാം. ഒരുപക്ഷെ വഴിവക്കിൽ പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ യാദൃശ്ചികമായി കിട്ടുന്ന ഒരു ട്രാക്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ക്ഷണിക്കുന്ന അനുഭവങ്ങളോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം, പറയുന്ന ഒരു വാക്കായിരിക്കാം. അത് നിങ്ങൾക്ക് യാദൃശ്ചികമാണ്. അത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങളുടെ ജീവിതം തിരിയുന്ന അനുഭവമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അവൻ ഒന്നാമത് ശൗലിന്റെ മേലുള്ള വിളി. എന്താ വിളി? ആമേൻ. ദൈവിക പദ്ധതിക്കായിട്ടുള്ള വിളി. ആ വിളിയുടെ വഴിയാണ് നമ്മൾ വായിച്ചത്. എന്നാൽ അവിടെ 15-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ച്, ആ വിളിയുടെ പർപ്പസ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ആ ഉദ്ദേശം, വിളിയുടെ ഉദ്ദേശം എന്താണ്? എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ രാജാവായി അവനെ അഭിഷേകം ചെയ്യണം. ആ വിളിയുടെ ഉദ്ദേശം ഒരു രാജകീയ അഭിഷേകമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഒരു രാജകീയ അഭിഷേകം. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചത്, ഹല്ലേലൂയ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങൾ രാജകീയ പുരോഹിത ആ വർഗത്തിലേക്ക്, ആ വംശത്തിലേക്ക്, ആ സ്ഥാനത്തിലേക്കുള്ള ദൈവിക വിളിയാണ് നിങ്ങളുടെ മേലുള്ളത്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശധനയ അന്തരേ ശഖബന അന്തരേ ഘൗഷസേ രബത്തന. അപ്പോൾ ശൗലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്? ശൗലിനെ കുറിച്ചുള്ള പദ്ധതി ഇസ്രായേലിന്റെ രാജാവായിട്ട്. ആമൻ. ഈ വിളി നേരത്തെ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെയാണ് ആദ്യത്തെ ഇസ്രായേലിന്റെ രാജാവായി വാഴിക്കണമെന്ന ദൈവിക പദ്ധതി, ഉദ്ദേശം. അത് ആ വിളി നടപ്പിലാക്കിയ രീതി കഴുതകളെ കാണാതെ പോയി എന്നുള്ളതാണ്. ഒരു നിസ്സാരമായ കാര്യമാണ്, അല്ലെങ്കിൽ ലൗകികമായ കാര്യമാണ്. ലോകപരമായിട്ടുള്ള കാര്യത്തോടുള്ള ബന്ധത്തിലാണ് പലരും പലപ്പോഴും കർത്താവിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. അതൊരു മുഖാന്തരമാണ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം പറയാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 1 മുതലുള്ള ഭാഗം ഒന്ന് വായിച്ചാട്ടോ. 1 മുതൽ 7 വരെയുള്ള. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്തു. ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തേന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിനെ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ
ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ മതി. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പുതിയ നിയമത്തിലെ ശൗലിനെ കുറിച്ച് കാണുകയാണ്. പഴയ നിയമത്തിലെ ശൗലിന്റെ വിളിയും വിളിയുടെ രീതിയുമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലെ ശൗലിനെ വിളിക്കുന്ന രീതി ഇവിടെ 1:9 മുതൽ നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾക്ക് നേരെ കൊലയും ഹല്ലേലൂയ ഭീഷണിയും വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ കൊന്നുപിടിക്കുവാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതാ ഹല്ലേലൂയ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അടിച്ചു. അവൻ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അവന്റെ മുകളിലേക്ക് അടിച്ചു. ഹല്ലേലൂയ. ഈ മനുഷ്യനെ പഴയ നിയമത്തിലെ ശൗലിനെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴുതയെ കാണാതെ പോയ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് അവനെ കൊണ്ടുവന്നതെങ്കിൽ പുതിയ നിയമത്തിലെ ശൗലിനെ ദൈവിക വിളിയിലേക്ക് കൊണ്ടുവന്ന വഴിയെന്ന് പറയുന്നത് അവൻ നേരിട്ടുള്ള ഒരു നേരിട്ടുള്ള ഇടപെടിയിലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വിളിയുടെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ആ വിളിയുടെ പദ്ധതി അതും 15-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. 15-ാം വാക്യത്തിൽ നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അവൻ രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം എന്ന വിധത്തിലുള്ള ഒരു വലിയ വിളിയാണ് ശൗൽ എന്ന് പറയുന്ന പൗലോസ് അവന്റെ മേലുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ആ വിളിയിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിച്ച ഒരു മാർഗം എന്ന് പറയുന്നത് നേരിട്ടുള്ള ഒരു ദൈവിക എൻകൗണ്ടർ, നേരിട്ടുള്ള ഒരു ദൈവിക ഇടപെടിയിലാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒരു പക്ഷേ പഴയ നിയമത്തിലെ ശൗലിനെ പോലെ ഒരു വിളിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വഴിയായിരിക്കാം ദൈവിക വിളിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ശൗലിനെ പൗലോസാക്കുവാൻ, രാജാക്കന്മാരുടെ മുമ്പിൽ നേതാക്കന്മാരുടെ മുമ്പിൽ നിർത്തുവാൻ തക്കവണ്ണം അവനെ ശക്തനായ ഒരു അഭിഷിക്തനാക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച വഴി ആ വിധത്തിലുള്ള ഒരു വഴിയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത്. ഏത് തന്നെയാണെങ്കിലും ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാവിൽ പറയട്ടെ, ആ വിളിക്കേൽപ്പിച്ചു കൊടുത്താൽ, ആ വഴിക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, ആ വഴിയിലൊന്ന് നിന്നു കൊടുത്താൽ, ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, ദൈവം ചില പ്രവർത്തികൾ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ? വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. Glory to Jesus. Hallelujah. ആമേൻ. ഹല്ലേലൂയ. ഈ 2 പുസ്തകങ്ങൾ ഞാൻ വായിച്ചപ്പോ പഴയ നിയമത്തിലെ ശമൂവേലിന്റെ പുസ്തകവും പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തി വായിച്ചപ്പോ 2:9 അധ്യായത്തിലാണ് കാണുന്നത്. 2:9 അധ്യായത്തിലാണ് കാണുന്നത്. 2 ഭാഗത്തെയും ആ വഴി എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള അല്ലെങ്കിൽ ആ ഭാഗത്താണ് അത് കാണുന്നത്. ആ പർപ്പസ് എന്ന് പറയാം, അവനെ കുറിച്ചുള്ള ഉദ്ദേശം 15-ാം വാക്യത്തിൽ 2 ഇടത്തും 15-ാം വാക്യത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വഴി, ഹല്ലേലൂയ, ആ വഴിയുടെ ഒരു വിധം, ആ വഴിയുടെ രീതി ദൈവത്തിന്റെ ആത്മാവ് ഇതിൽ കൂടി ദൈവമക്കൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല. ഒരുപക്ഷെ പൗലോസിനോട് ഇടപെട്ടതുപോലെ ആയിരിക്കാം നിങ്ങളോട് ഇടപെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ശൗലിന്റെ ഹല്ലേലൂയ ഒരു വിളിയുടെ വഴിയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. എന്തു തന്നെയാണെങ്കിലും നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിനായിട്ട് ഇന്ന് പകൽക്കാലം അല്ല ഈ രാത്രിയിൽ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ വഴികൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. ആ വിളിയുടെ ഉദ്ദേശം, ആ വിളിയുടെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദൈവം വെളിപ്പെടുത്തുന്ന നാളുകൾ
നാളുകളും ദിവസങ്ങളുമാക്കി മാറ്റാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ ആമേൻ ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആമേൻ, നിങ്ങൾ ഈ വിളിയിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ, അവിടെ 4 പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഒന്ന്, മുൻ നിയമിച്ചു. ഹല്ലേലൂയ, പ്രീ ഡെസ്റ്റിനേറ്റ് ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. 2, വിളിച്ചു. ആമേൻ. 3, നീതീകരിച്ചു. 4, തേജസ്കരിച്ചു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. 1, മുൻനിർണയം. 2, വിളി. ആമേൻ. 3, നീതീകരണം. ആമേൻ. 4-മത്തതാണ് തേജസ്കരണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ മുൻനിയമിച്ചത്? നിങ്ങളെ മുൻനിയമിച്ചത് ഒരു തേജസ്കരണത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ. ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ആമേൻ നിത്യമായ ഒരു അവകാശത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു ആമേൻ അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആമേൻ, മറിച്ച് ഇതിനപ്പുറത്ത് ഹല്ലേലൂയ ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ഒരു നിത്യമായ അവകാശത്തിന് വേണ്ടി ആണ് നിങ്ങളെ ദൈവം മുൻ നിയമിച്ചത്. ആമേൻ, ഹല്ലേലൂയ. മുന്നറിഞ്ഞു. എപ്പോഴാണ് നിങ്ങളെ മുന്നറിഞ്ഞത്? ആമേൻ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ അറിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത് മാത്രമല്ല, അതിനപ്പുറത്ത് അതിനു മുമ്പേ അറിഞ്ഞു. ആമേൻ, ലോകസ്ഥാപനം മുമ്പേ, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം കണ്ടു, ദൈവം അറിഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, നിങ്ങളുടെ വിളി നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് 2024-ലോ 2020-ലോ 2015-ലോ ഹല്ലേലൂയ 2012-ലോ ഒക്കെ ആമേൻ, ആ ജംഗ്ഷനിൽ വെച്ച, ആമേൻ, ആ ടൗണിൽ വെച്ച, ആ വീട്ടിൽ വെച്ച, ആ ആശുപത്രിയിൽ വെച്ച, ആമേൻ, അവിടെ വെച്ച ആ വിളി ആമേൻ നിങ്ങൾക്ക് വെളിവായി വന്നു. ഹല്ലേലൂയ. ആ വിളിക്ക് മുമ്പ് ഒരു മുൻനിർണയം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ ആമേൻ 21 പേർ, ആമേൻ, ഞാൻ ഉൾപ്പെടെ 21 പേരോട് പറയട്ടെ, നിങ്ങൾ മുൻനിർണയിക്കപ്പെട്ടവരാണ്. നിങ്ങൾ മുൻനിർണയിക്കപ്പെട്ടത് കൊണ്ടാണ് ഇതിനകത്തേക്ക് കയറിയത്. ഹല്ലേലൂയ. ഒരുപക്ഷെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ കയറിയത്. ഒരുപക്ഷെ സാമ്പത്തിക വിഷയത്തിന്റെ വിടുതലിന് വേണ്ടിയായിരിക്കാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ കയറിയത്. എന്നാൽ വാസ്തവം അതല്ല, സത്യം അതല്ല. നിങ്ങളെ മുൻനിർണയിച്ച വ്യക്തിയാണ്. നിങ്ങളെ ലോക സ്ഥാപനത്തിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ മുൻനിർണയിച്ച വ്യക്തിയാണ്. ആ മുൻനിർണയിച്ച വ്യക്തിയുടെ വിളിയോടുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആയിരിക്കുന്നത്. ആ വിളി നിങ്ങളെ നീതീകരണത്തിലേക്കും നീതീകരണത്തിൽ നിന്ന് തേജസ്കരണത്തിലേക്കും നയിക്കുന്ന നാളുകളാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മേലൊരു വിളി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വിളി, ദൈവത്തിന്റെ ഒരു വിളി. ഹല്ലേലൂയ. അവൻ നിസ്സാരമായിട്ട് എടുക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹാമയോ ആമേ ഒരു സൂം മീറ്റിങ്ങിനകത്ത് കയറി, ഒരു സൂം മീറ്റിംഗ് അല്ലേ, ആമേ ഒരു പ്രാർത്ഥന കൂട്ടമല്ലേ, ആമേൻ, വലിയ വലിയ ബിഷപ്പുമാരോ മെത്രന്മാരോ അല്ലെങ്കിൽ വലിയ ആൾക്കാരൊന്നുമില്ല, വലിയ ഗസ്റ്റുകളൊന്നുമില്ല. ആമേ, ഇതിനകത്തൊരു വലിയ ഗസ്റ്റ് ഉണ്ട്. നസ്രയനായ യേശു, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്ത് കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. ആമേൻ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ വലിയ ഗസ്റ്റാണ് ഇതിനകത്തുള്ളത്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തുതിക്കാം.
Adanaba Shamdharaba Laboratoria Sheretere Reko Sharabal Kabala Albana Unnathan Mide or Unnathanam Adinda Mide or Atunathan and Jagarikuno Ame Karta the Kurta Raja the Rajavam Hallelujah Hallelujah Alpuda Mandri Virana Deva Samathana Prabhu Nitya Rajava Hallelujah Sarabugal Aradikinavan Avanana Idinate Mukhe Atidi Avanana Ividate Ame Pradana Pata Person Vectita അവൻ ഉള്ളിടത്താണ് നിങ്ങളായിരിക്കുന്നത്. അവൻ ഉള്ളിടത്താണ് നിങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ ആത്മാവിൽ സ്തുതിക്കാം. Tarabana Hashkabaradana Arshada Varagashabada Andala Kauda Rabacha Samandre Rivaja Lagadaga Dura Shere Arthere Shabada Garamde Regadam Talabauti Viricha Baramde Regadam Talagata Varacha Samde Lagadam Talabanagoda Ramana Harthe Regadam Danagadaga Nagada Lagote Managa Regadi Kamanagada Vada Alke Dagajam The Ramda Ramshada Raka Tala Irutunda Bama Kutugal Potimarna Eshavana Namatel Eshavana Namatel Eshavana Namatel Amatala Atmega Vidana to Chalikuna Asatara Maya Davis Anitia Idinaga to Chalichonderikiana Amatala Bentanangal Hamshe Rega Amatala Chainagal Portugiana Chalatama Karagra Samana Maya Ketugal Aman Amatil to Putabata already മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവ കത്തി അഴിയുകയാണ്, പൊട്ടി മാറുകയാണ്. വിശ്വസിച്ച് ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അത് പ്രാപിക്കുകയാണ്, നിങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്, നിങ്ങൾ അത് സ്വായത്തമാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ സ്തുതിച്ചാട്ടെ. Adhirigadamana Haturaba Ramsha Sandare Rugo Shekelea Rugoniatana Ande Regatosia Amen Hale General Shariratil Talamudal Padamare release on the Kona Talamudal Padamare Tela Ketical Adijabog the Pole Tela Bantanangal Adijabog the Pole Tela Pora Tangle Aman Nurtalakuna the Pole Asantaranamaya or Deva Vidra to Chalikino Libara Sheria Raba Auturasha se Lamdere Lekeria Deria Shere Letele Dene Amshase Riandara Varsha Seteria Prarticho Hallelujah Atma Pagarcha Narakuna Atma Pagarchidra Narakuna Atma Pagarcha Narakuna Atma Pagarcha Rasha Gamana Hante Regachasi Paulos and Silasam Kara Grautinde Ulmuril Atharatril Ame പാടി സ്തുതിച്ചപ്പോൾ വചനം പറയുന്നു കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ ഹല്ലേലൂയ അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. ഇന്ന് പകൽക്കാലമല്ല ഈ രാത്രി ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏതായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരുപക്ഷേ ഒരു സാധാരണ വീട്ടിലായിരിക്കാം, ഒരുപക്ഷേ ഞെരുങ്ങിയ ഒരു അനുഭവത്തിലായിരിക്കാം, നിങ്ങളായിരിക്കുന്ന ചുറ്റുപാട് കാരാഗ്രഹ സമമായ അനുഭവത്തിലായിരിക്കാം, കാലുകളും കരകളും നാമത്തിലിട്ട് പൂട്ടപ്പെട്ട അനുഭവമായിരിക്കാം. പരിശുദ്ധാത്മാ പറയുന്നു, പാടി ആരാധിച്ചോ, ചങ്ങലകൾ പൊട്ടിവീഴുകയാണ് യേശുവിന്റെ നാമത്തിൽ. Achakadakajala Mantagaracha, Pravadala Gadagada Haste, Rabadekavaramde Baute, Rutabara Hatcha Sande. Athura Pravada Rabade Rabaja Rabadi Karabaraba Taraba Sharaba Taraga Rigadi Karaga Regada Rika Landere Landere Gouda Reka Landere Jala Tere Legara Jana Gouda Raja Audara Jala De Lamde Lagade Karada Raga Jala Dhara Audara Baute Recha Audara Jaga Raja Vaide Revara Duragauda Varaja Vauda Alga Raja Riga Dere Algara Jaga Rata Raja Vaida Rata Rate Udabal Kauda Riga Raja Gauda Amdere Jara Dere Amdere Rabada Kadabe Revadi Kalavanavara Bauti Virecha Valdara Dura
Udabala Mauda Maracha Mauda, Amdere Diga Raja Gauda, Auda Rajana Raka, Amdere Gele Tere, Auda Rajana Tere, Alka Rajana Vaite, Revera Teravauta Verecha, Vaidara Dura Jala, Vaidara Varava Jala Vaida, Aushere Tere, Alkala Jala Tere, Alkara Jala Tere Tere, Audara Jala Tere, Audara Jala Tere Tere, Auda Raja Diga Raja, Auda Raja Riga Raja, Auda Raja Diga La Gauda, Alka Raja Gauda Radhe, Raga Raga Thara 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 Thara, Eshavana Namatal, 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 Asadharanamaya, Abhishekam Chalikino, Asadharanamaya, Abhishekam Chalikino, Asadharanamaya, Abhishekam, Eshavana Namatal Chalikino. Ashaba Ragamdura Shudagal Kaba, Uragajal Avaracharagathian Kabaragache, Uragal Kabaragatasia, our Verishuta Bavarino, I'm a justice among the my personal, justice among the my conjectional allegal, I'm a justice among the Maya, Ninja Samanda Maicha, Prasharangal Priya Patarinatonda, Kata Vipol Saukamakana, I'm Ninja Samanda Maya, Ninjiragata, and Hallelujah, Prashangal, Chalabutimugal, I'm there Ragachasia, up there. Kamana Regasia Hatere Amen Hale neck Samandamai E Amen Pagata Necka E Kanita Pagata other Amen E Amen on the Tirian Bol Kariade Alaglavida till neck Samandamai personal Karta Saukamakuno Amen Amen digestion Amen Hale Dehana Torla Vendatil Aharagarikumbo Protega Vidatil Amen Butimutugal Anipavicha Amen Hallelujah the Kudikumbo Valata Ashasa the Galo Amen Hale ദഹനത്തോടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ അനുഭവിച്ച ആയിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. അവൻ വിശ്വസിച്ചോ, കരമുയർത്തി പ്രാർത്ഥിച്ചോ, ആ കരത്തെ പരിശുദ്ധാത്മാവ് പിടിക്കുന്നു. Adiragadam Palagatashere, Ragadikala Managudaram Palagaushe, Ragajadu Lagauda, Ragausha, Riga Dura, Rego, Dere, Shara, Dura, 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 Rival Galavaudia, Berashara, Algala, Duragachela, Duragachela, Gautela, Algala, Duragachela, Gauta, Gachada, Lugad Yalgeria, Durachele, Lugane, Tere, Jana, Gauda Raja, Auda Raja, Riga Raja, Auda Raja, Radial Kabala, Oida Ragadial, Gauda, Ragadagadial Kaba, Andre, Rigal Gauda. Ragadagadigal Gauda, Ragadagadigal Gauda Raga, Auda Raja Liga Raja Gauda, Raja Gauda, Auda Raja Riga Basharadia, Vaidara, Baudia, Kabala, Gaudara, Gaudara, Chagalkara, Auda Raja Liga Labashasia, Ave Parishutama Johnson and the Marina, Sagoda Noda Vareda, Eliavine Pole Pratichudirikina, Ame Chalanaligalai, Ame One, Rande, Mune, Nale, Anje, Are, Ene, Endavidatil, Amen, Urimanekai, Pratichudirikina the Pole. Eliavine Amen Pole Pratichudirikina, Ame Visham, a Vishatina Bogata, Ame Devam, Ame Kaibol, Megam, Pongima, Pongumaraki, or the Pinnidur, Valia, Malay paint of the Pole, Chela Adea Angle, Chela Vanigalam, Ame Pratik in the Vishatina Bogata, Pratik in the Vishangal Mogata, Ame Devam, Velipur to game, or the Pinnida, Amen, other Shersha, other Valia, Deva Protia, Margame, China, Anupalangal. Ame Avidatil Parishuddhamava Ennodu Ame Parayan Parayunnu Etteduthu Ame Deivam adu Cheyyan Pogayanu. Shambhala, Artharabauda, Baudam Pere, Ardajagala, Vaidaragasha, Udagam Dura, Vaida Raja, Ambe Regada Gauchasi Algara, Ambe Regadagasia, Hatura, Ame Kalil Peritagairna Ella, Anibhavangal of Saukamagata, Kalil Peritagairna Ella, Anibhavangal of Saukamagata, Eshavan Namatella, Rogagal Saukamagata, Adagaja Regadaga Ratura, Vaida Bauda, Ambe Regadam Raude, Ribiriga Shabana, Antarasha Abdura, Ardura, Dura, Rialke, Reba, Dura, Gauda, Amravida Tlaikina, Victigal, Southam Americata, Adura Jala, Dura Baracha, Aidara, Duram Dalam, Baidam Gauda, Adura Jagala, Brauda, Rega, Eshavan Namatil, Eshavan Namatil, Sadharana Manchala, Vidulagal, Ipol, Ave Janatina Mandatil Nadakata, Tave, Janatina Mandatil Nadakata, Eshavan Namatil.
Adana Sharajala de Lagadaga Jagadagalaga, Rigadigala Gadagaduga, Rigajagala Gadagadigal Kauda Ragachasia, Therajana Gauda, Ribaria Teria Sherete, Regale Gadagasia, Amen Karangal Uyartu and Kariata Karangal, Ame Uyarta Kavita Kata Saukiamakuna, Amen Karangal Mugulek and Karangal Nere Uyartu and Kariata Vidatilula, Amen Avidatil Poroto Tolino, Tolino, Hallelujah, joints, pain all over. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ അവരുടെ വിഷയങ്ങളുടെ സൗഖ്യം വ്യാപരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചിലരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ ആമേൻ ഹല്ലേലൂയ അഭിഷേകം വ്യാപരിക്കും. ചിലരുടെ തലയുടെ മേൽ ആമേൻ ഒരു അഭിഷേകത്തിന്റെ എണ്ണ ഒഴിക്കുന്നത് പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേക തൈലത്തിന്റെ ഒരു അനുഭവം ആമേൻ പകരപ്പെടുന്നത് പോലെ ചിലരുടെ തലമേൽ ആമേൻ ഒരു അഭിഷേകം ആമേൻ അഭിഷേകം ചെയ്യുന്നത് പോലെ ചിലത് ഇപ്പോൾ സംഭവിക്കുന്നു. അനുഭവിക്കുന്നവർ സ്തോത്രം പറഞ്ഞോ, പ്രാപിച്ചോ പ്രാപിച്ചോ ഏറ്റെടുത്തോ. അമ്പേ രമക്ഷര ഔട്ടരാക്ഷത കർത്താവേ, അഭിഷേകത്തിന്റെ അനുഭവം, അഭിഷേകത്തിന്റെ ഒരു തീ, അഭിഷേകത്തിന്റെ ആ തൈലം ചിലരുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം 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 സ്തോത്ര. ദൈവത്തിന്റെ കരത്തിനായി സ്തോത്ര, ദൈവത്തിന്റെ കരത്തിനായി സ്തോത്ര, ആത്മമണ്ഡലത്തിനായി സ്തോത്ര, ദൈവിക സൗഖ്യത്തിനായി സ്തോത്ര, ആത്മശക്തിക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ ആമേ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മഹത്വം അവിടുന്ന് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. God bless you. Thank you. Praise the Lord. ആമേൻ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളും ആലോചനകളും ദേവദാസനെ കൊണ്ട് കേൾപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കേൾക്കപ്പെട്ട ഹല്ലേലൂയ ദൈവിക ആലോചനകൾക്ക് മുൻപാകെ നമ്മളെ ഓരോരുത്തരും സമർപ്പിക്കാം. സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ഹല്ലേലൂയ വൈൻഡപ്പ് ചെയ്യാൻ സമയമല്ലോ. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് വേണ്ടി ഹല്ലേലൂയ ബ്രദർ ജോൺസിനെ ദൈവം ആദർശിച്ചു. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനെ സ്വർഗരാജാവേ എന്നുള്ള സമയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ കർത്താവെ സൂമിൽ കർത്താവെ ഒരുമിച്ച് ചേർന്ന് കർത്താവെ കർമ്മ പ്രയർ ടീമിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പിൽ കർത്താവെ ഒരുമിച്ച് സൂമിലായിരിക്കുമ്പോൾ രാത്രി കർത്താവിന്റെ വലിയ മാറ്റമില്ലാത്ത കർത്താവെ വചനത്തെ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നുള്ളൂ. കർത്താവിന്റെ കൃപയോടെ ഇപ്പോഴായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം സംസാരിച്ച പ്രിയ അഭിഷിദ്ധനെ ഓർത്ത് സ്തോത്രം കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശുദ്ധമായ ശുശ്രൂഷ ഇനി അധികമായി ചെയ്യുവാൻ വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധ പിന്നെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് നിമിത്തം കർത്താവ് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണേ. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടയും കർത്താവിന്റെ കടത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആന്റിമാരെ കർത്താവെ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തലമുറകൾ എല്ലാവരെയും കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതായി പ്രാർത്ഥിക്കുന്നു. കർത്താവേതിൽ പാട്ടുപാടിയ കർത്താവെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം സങ്കീർത്തനം വായിക്കുവാൻ പ്രാർത്ഥിപ്പാനൊക്കെയും കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ സഹായിക്കണം, ബലപ്പെടുത്തണം. ഈ മീറ്റിംഗിനെ ലീഡ് ചെയ്ത പ്രിയദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. മീറ്റിംഗുകളെ കർത്താവെ പ്രകാരം കർത്താവെ അനുഗ്രഹമായി മുന്നോട്ട് നയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. സുരക്ഷിപ്പാൻ കർത്താവ് സഹായിക്കുകയും പ്രാർത്ഥിപ്പാൻ സഹായിക്കുകയും ചെയ്യുമാറാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണമേ, അത്ഭുതമായി തീരണമേ. സ്വന്തം കർത്താവ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് ഒത്തവണ്ണം ദൈവത്തിന്റെ സ്വന്തം വാഗ്ദത്തങ്ങൾക്ക് ഒത്തവണ്ണം ദൈവത്തിന്റെ ആലോചനകൾക്ക് ഒത്തവണ്ണം കർത്താവ് റിമൂവിങ് കർത്താവെ സ്വന്തം ഇന്ന് രാത്രിയിൽ ദൈവം നൽകി തന്നു. ഒരാത്മപകർച്ചയുടെ അനുഭവത്തെയും ചില രോഗസൗഖ്യത്തിന്റെ അനുഭവത്തെയും ഒക്കെയും പരിശുദ്ധാത്മപ്രിയ അഭിഷേകത്തോടെ ചെയ്തു തന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം എന്ന് ബലത്തോടെ ഇന്ന് രാത്രിയിൽ അരിപ്പങ്ങത്തെ സഹായിക്കണമേ. സകലബുദ്ധിയും കവിയുന്ന ദൈവീയ സമാധാനത്താൽ നിറയ്ക്കുമരാകണമെന്ന് പ്രാർത്ഥിക്കും. സ്വർഗ്ഗം അങ്ങനെ ചെയ്യണം. പ്രാർത്ഥന കേട്ടതായി നന്ദി. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പറഞ്ഞാട്ടെ. ഇന്നത്തെ മീറ്റിംഗിൽ ആർക്കെങ്കിലും ദൈവീയ സൗഖ്യങ്ങളോ ഏതെങ്കിലും വിധത്തിൽ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രേസി ആന്റിയെ അറിയിക്കുക. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ മടങ്ങിപ്പോകാം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംരക്ഷണവും കടന്നു വന്ന എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ
വേഗം വരണമേ. സമാധാനത്തോടെ പോകാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു. വചനം പറഞ്ഞ ദേവദാസനുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്ന കുടുംബമായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. ആമേൻ. Amen. Thank you. God bless you all. Good night all.